എല്ലാവർക്കും നമസ്കാരം. തിരുവേഗപ്പുറ ക്ഷേത്രത്തിൽ തുടർച്ചയായി നടന്നു വരുന്ന സത്രം ഈ ഒരു കോവിഡ് കാരണത്താൽ ഓൺലൈൻ രീതിയിൽ നടത്താൻ തീരുമാനിച്ചു. വളരെ വലിയൊരു കാര്യമാണ്. കോവിഡ് കാരണം വേണ്ടാന്ന് വെക്കുകയല്ലല്ലോ ഉണ്ടായത്. അതിൻ്റെ ആ ഒരു മഹിമ ഉൾക്കൊണ്ടും കൊണ്ട് തന്നെ ഈ സത്രം നടത്താൻ പ്രയത്നിക്കുന്നത് ഈ ഒരു വിഷമഘട്ടത്തിലും ഇങ്ങനെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും വളരെ വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷം അവിടെ വന്ന് പ്രഭാഷണം നടത്താനായി സാധിച്ചു. ഇതിനു മുൻപും പലതവണ അവിടേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മഹാമാരി വ്യാപിച്ചിരിക്കുന്ന സമയത്തും സത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ സംഘാടകർക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എനിക്ക് ഈ ഒരു സമയത്ത് കിട്ടിയ വിഷയം ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം മുതൽ 23-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ്. അതായത് പൃഥുവിൻ്റെ കഥയാണ് പ്രധാനമായ വിഷയം. ഈ ഭാഗത്ത് പൃഥുചരിതമാണ് വർണ്ണിക്കുന്നത്. ധ്രുവന്റെ കഥ പ്രചേതസ്സുക്കളുടെ സത്രത്തിൽ വെച്ച് വളരെ കേമായിട്ട് നാരദൻ പറഞ്ഞു. സത്രേ അഗായൽ പ്രചേതസ്സിന്റെ സത്രത്തിൽ വെച്ച് നാരദ മഹർഷി ധ്രുവന്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്താണ് കഥ കേൾക്കുന്ന വിതുരൻ, ഇവിടെ വിതുരമൈത്രേയ സംവാദമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ വിതുരൻ ചോദിച്ചു, കേതേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാന്യവായേ പ്രഖ്യാതാഹ കുത്രവാ സത്രമാസത. ആരാണ് പ്രചേതസ്സുക്കള്? അവരാരുടെ സന്താനങ്ങളാണ്? ഏത് വംശത്തിൽ ജനിച്ചവരാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. പ്രചേതസ്സുക്കൾ ആരാണ് ചോദിച്ചു. അപ്പൊ മൈത്രേയ മഹർഷി ധ്രുവന്റെ ആ വംശം ഇങ്ങനെ വർണ്ണിച്ചു. അങ്ങനെ വർണ്ണിച്ച് വരുന്ന അങ്കൻ എന്ന രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. അംഗരാജാവ് വളരെ കേമനാണ്. അദ്ദേഹത്തിൻ്റെ മകനായി വേനൻ ജനിച്ചു. ഈ വേനന്റെ ദുശ്ശീലം കൊണ്ട് രാജർഷി ഗൃഹം ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞു. അപ്പൊ വിതുരൻ ചോദിച്ചു, ഈ ധ്രുവന്റെ വംശത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു രാജാവ് എങ്ങനെ വന്നു? എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പം അങ്കന് വേനൻ ഉണ്ടായ കഥ പറയാണ് ആദ്യ ഭാഗത്ത്. അംഗരാജാവ് അശ്വമേധം എന്ന യാഗം നടത്തി. സാധാരണ ആ കാലത്തൊക്കെ ഒരു യാഗം നടത്തിയിട്ടുണ്ടെങ്കിൽ ദേവന്മാര് അവിടേക്ക് വരും. ദേവന്മാര് നമ്മുടെ മുമ്പിൽ നിൽക്കും. ദേവാഹ എത്ര അക്ഷിഗോചരാഹ എന്നാണ്. ദേവന്മാരെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നു. അതാണ് അന്നത്തെ കാലത്തൊരു പ്രത്യേകത. പക്ഷെ ഇവിടെ യാഗത്തിന് ആവാഹിച്ച സമയത്ത് ഒരു ദേവന്മാരും അങ്ങോട്ട് വരുന്നില്ല. ഒരു ദേവന്മാരും ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല. അപ്പം അവിടെ സദസസ്പതികളുണ്ട്. സദസസ്പതികളോട് ചോദിച്ചു, എന്തെങ്കിലും ദോഷം ഉണ്ടായതുകൊണ്ടാണോ ദേവന്മാര് വരാത്തത്? എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പം സദസസ്പതികൾ പറഞ്ഞു, അതിന്റെ കാരണം എന്താണെണെങ്കിൽ അങ്ങയ്ക്ക് സന്താനങ്ങളില്ല. യതി ഹേതൃത്വം അപ്രജ, അങ്ങയ്ക്ക് കുട്ടികളില്ല. കുട്ടികളില്ലാത്തവരുടെ യാഗം ദേവന്മാര് സ്വീകരിക്കില്ല. അതിനാൽ നല്ലൊരു പുത്രൻ ഉണ്ടാവാൻ പുത്രകാമ ഇഷ്ടി ചെയ്തോളൂ, അതാണ് നന്നാവുക എന്ന് പറഞ്ഞു. അങ്ങനെ അതിഗംഭീരമായി പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തി. സന്താനലാഭത്തിന് നടത്തുന്ന യാഗമാണ് പുത്രകാമേഷ്ടി. അങ്ങനെ യാഗം നടത്തി കുറച്ചു കഴിഞ്ഞ സമയത്ത് അഗ്നി ഭഗവാൻ പായസവുമൊക്കെ ആയിട്ട് അങ്ങനെ പൊങ്ങി വന്നു. പായസം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു, അംഗരാജാവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അംഗരാജാവ് ആ പായസം വാങ്ങി ആ പാത്രത്തിന്റെ മൂടി ഒന്ന് തുറന്നിട്ട് ഒന്ന് വാസനിച്ച് ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ അതിനോടൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായി, ആ പായസത്തിനോടൊരു താല്പര്യം.
അവഘ്രായ മുദായുക്ത പ്രാതാൽപത്ന്യ ഉദാരധീഹി, ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഗർഭം കാല ഉപാവൃത്തെ കുമാരം സുഷുഭേ അപ്രജ, ഒരു മകൻ ജനിച്ചു. ഗർഭിണിയായി കാലങ്ങൾ കഴിഞ്ഞു, ഒരു മകൻ ജനിച്ചു. സ ബാല ഏവ പുരുഷോ മാതാമഹമനുവ്രത അധർമാംശോദ്ഭവം മൃത്യും തേനാഭവത ധാർമ്മിക. ഇദ്ദേഹത്തിന്റെ സ്വഭാവം മൃത്യുവിന്റെ സ്വഭാവത്തെയാണ് ഇദ്ദേഹം അനുവർത്തിച്ചത്. മൃത്യുവിനെ പോലെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം ഇദ്ദേഹം സ്വീകരിച്ചു. അതാണ് ഉണ്ടായത്. സശരാസനമുദ്യമ്യ, ജനിച്ച മകനാണ് വേനൻ. സശരാസനമുദ്യമ്യ മൃഗയുർവനഗോചര ഹന്ത്യ സാധുർ മൃഗാന്തീനാൻ, സാധുക്കളായ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കൊല്ലുക. അതുപോലെ കളിക്കുന്ന കുട്ടികളെയൊക്കെ വളരെ ദാരുണമായി പീഡിപ്പിക്കുക. പ്രായമായവരൊക്കെ കിണറിലൊക്കെ കൊണ്ടുപോയി തള്ളിയിടുക. ഇങ്ങനെ ഒരു തരത്തിലും സൽപ്രവൃത്തികൾ ചെയ്യാതെ തീർത്തും ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്തും കൊണ്ട് ഈ വേനൻ അങ്ങനെ വളർന്നു വന്നു. അപ്പം ഈ ഒരു കാര്യം രാജാവിനോട് പറയണമെന്ന് വിചാരിച്ച് പ്രജകളെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ അവരങ്ങോട്ട് വരാൻ തീരുമാനിക്കുകയാണ്. രാജാവിൻ്റെ അടുത്തേക്ക് പരാതി പറയാൻ, വേനന്റെ കുറ്റം പറയാനായിട്ട്, ബോധ്യപ്പെടുത്താനായിട്ട് അങ്ങോട്ട് വന്നു. അപ്പൊ രാജാവിന് മനസ്സിലായി ഇങ്ങനെ പ്രജകൾ വരുന്നുണ്ട്, തന്നെ കാണാനായി മുഖ്യ പ്രജകൾ വരുന്നുണ്ട് എന്ന് കണ്ട സമയത്ത് അദ്ദേഹം അവിടെ ഒരു ഓലയിൽ ഒരു എഴുത്തെഴുതി വെച്ച് അവിടുന്ന് പോവുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? കഥപത്യം വരം മഞ്ഞേ സതപത്യാൽ ശുചാമ്പതാത്, ചീത്ത മക്കളും ചീത്ത ഭാര്യയൊക്കെ ഉണ്ടാവുകയാണ് നല്ലത്. കഥപത്യം, ചീത്ത സന്താനങ്ങൾ ഉണ്ടാവുകയാണ് നല്ലത്. നല്ല കുട്ടികൾ ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് അതാണ്. എന്താ ഗുണം? എന്നാൽ വേഗം സന്യാസ ബുദ്ധിയൊക്കെ നമ്മളിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ വേഗം ഇറങ്ങിപ്പോവാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? രാജാവ് അവിടുന്ന് വിരക്തനായി വീടൊക്കെ ഉപേക്ഷിച്ച് ഈ പ്രജകളൊക്കെ വരുന്നതിന് മുൻപ് അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ രാജാവ് പോയി. ചില ആൾക്കാർക്ക് എന്തെങ്കിലും ചുമതലകളൊക്കെ കിട്ടിയാൽ നന്നാവുമല്ലോ എന്ന് വിചാരിച്ച് പ്രജകൾ എന്ത് ചെയ്തു? ഈ വേനനെ തന്നെ രാജാവാക്കി അഭിഷേകിച്ചു. ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായാൽ സ്വഭാവം നന്നാവാൻ സാധ്യത ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അധികാരം അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്കും പിന്നെ വേനന്റെ സ്വഭാവമൊക്കെ ഇങ്ങോട്ട് മാറി. അവൻ നാൽക്കവലകളിലൊക്കെ ചെന്നിട്ട് വലിയ പെരുമ്പറ കൊട്ടിക്കൊണ്ട് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്നങ്ങോട്ട് എന്താ ചെയ്തത്? സൽക്കർമ്മങ്ങൾ ആരും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരെയും സൽപ്രവൃത്തികളിൽ നിന്ന് വിമുഖന്മാരാക്കി, അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. നയഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാക്വജിൽ ഇതി ജ്ഞവാരയദ്ധർമ്മം ഭേരീഘോഷേണ സർവശ. ആരും യജ്ഞം നടത്തരുത്, ആരും ഹവിസർപ്പിക്കരുത്, ആരും ദാനം ചെയ്യരുത്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സൽപ്രവൃത്തികളെയും ഈ വേനൻ അങ്ങോട്ട് മുടക്കുകയാണ്. അങ്ങനെ ആയ സമയത്ത് ലോകത്തിന് വലിയ വ്യസനമായി, ദുഃഖമായി. സൽപ്രവൃത്തികളൊന്നും ചെയ്യാതെ ആയ സമയത്ത്, ധർമ്മം ക്ഷയിക്കാൻ തുടങ്ങിയ സമയത്ത് അധർമ്മം വർദ്ധിച്ചു വന്നു. അപ്പൊ മുനിമാര് വേനനോട് ഇതിന്റെ ഭവിഷ്യത്തൊന്ന് ബോധ്യപ്പെടുത്തണം എന്ന് വിചാരിച്ച് വേനനോട് സംസാരിക്കാനായി ചെന്നു. വേനനോട് പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കരുത്. ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദ്യമസംഗിനാം. ധർമ്മത്തെയാണ് ആചരിക്കേണ്ടത്. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ സൽപ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാവരുത്. ഇങ്ങനെ ചില ഉപദേശങ്ങളൊക്കെ ചെയ്തു. രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് എന്താ ചെയ്യേണ്ടത്? എല്ലാവരും അവരുടേതായ കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കുക, ആ കർമ്മത്തെ ഈശ്വര സമർപ്പണ ഭാവത്തിൽ നിർവഹിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ലോകത്തിന് ക്ഷേമം ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ ദോഷമാക്കുന്നത്, എന്തിനാണ് നീ ഇങ്ങനെ ദോഷം ചെയ്യുന്നത് എന്നൊക്കെ ഉപദേശിച്ചു. ഇതൊന്നും കേട്ടിട്ട് വേനനൊന്നും മനസ്സിലാവുന്നില്ല. വേനൻ ഈ മഹർഷിമാരോട് പറഞ്ഞു, ബാലിശാപതയു യം വാ അധർമ്മേ ധർമ്മമാനിന ഏ വൃത്തിദമ്പതി മിഹിത്വാ ജാരംപതി മുപാസതേ. നിങ്ങളൊക്കെ ബാലിശന്മാരാണ്, ചൈൽഡിഷ്, ഒരു വിവരമില്ലാത്തവരാണ്. ചെലവ് തരുന്ന ഭർത്താവിനേക്കാൾ വലുത്
ജാരനാണ് എന്നൊരു പതിവ്രതയോട് പറഞ്ഞാൽ അവൾ എങ്ങനെയാണോ പെരുമാറുക അതുപോലെയാണ് നിങ്ങളോട് പെരുമാറേണ്ടത് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പം എന്താ ഉണ്ടാവുക? ചെരുപ്പ് ഊരി അടിക്കും ആ സ്ത്രീ. അതാണ് ഉണ്ടാവുക. അപ്പം നിന്നേക്കാൾ വലിയൊരു ദേവതയോ ഈശ്വരനോ ധർമ്മമോ ഒന്നുമില്ല, ഞാൻ പറയുന്നത് തന്നെയാണ് ധർമ്മം. ഇതാണ് വേനൻ്റെ ഈ ഒരു മറുപടിയുടെ താല്പര്യം. ഇതൊക്കെ അങ്ങോട്ട് കേട്ട സമയത്ത് മഹർഷിമാർക്ക് അങ്ങോട്ട് കോപം വന്നു. അവരെ നിന്ദിച്ചത് കൊണ്ടല്ല, ധർമ്മത്തെയും ധർമ്മസ്വരൂപമായ ഈശ്വരനെയും നിന്ദിച്ച് സംസാരിച്ചുവല്ലോ. അച്യുത നിന്ദയാ, ആ ഒരു കാരണത്താൽ മുനിമാർക്ക് കോപം അങ്ങോട്ട് വർദ്ധിച്ചു. അവര് ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കി. നിജഘ്നുർഹുങ്കൃതയർവേനം ഹതം അച്യുത നിന്ദയാ, ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദം കൊണ്ട് തന്നെ വേനന്റെ കഥ അങ്ങോട്ട് കഴിഞ്ഞു. വേനൻ ചത്തു വീണു. അപ്പൊ വീണ്ടും എന്താ ഉണ്ടായത്? വീണ്ടും കുറെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. വീണ്ടും കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. ആദ്യം മഹാകള്ളനായിട്ട് വേനൻ ഉള്ളത് കൊണ്ട് കാക്കള്ളന്മാരും അരക്കള്ളന്മാരും ഒന്നും ഉണ്ടാവില്ല. ഇപ്പം വേനൻ പോയതോടുകൂടി വീണ്ടും അരാജക ദോഷങ്ങളൊക്കെ വന്നു. അപ്പം മുനിമാരോട് പ്രജകൾ പോയി പറഞ്ഞു, ഇന്നലെ വരെ മഹാകള്ളനാണെങ്കിലും ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ രാജാവില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് വർദ്ധിച്ചു, എന്താ ചെയ്യുക? അപ്പോൾ മുനിമാര് വേനന്റെ ഗൃഹത്തിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, മൃതശരീരം. അതും എടുത്തു. ആദ്യം ആ കാല് കൂട്ടിക്കടഞ്ഞു എന്നാണ്. ആ മൃതശരീരത്തിൻ്റെ കാല് കൂട്ടിക്കടഞ്ഞു. കാല് കൂട്ടിക്കടന്ന സമയത്ത് കാകകൃഷ്ണോതി ഹ്രസ്വ അങ്കോ ഹ്രസ്വ ബാഹുർമഹാഹനു, വലിയ വലുപ്പൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടായി. അവൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പം മുനിമാര് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അവൻ ആരായി? നിഷീദ എന്നാണ് അവനോട് പറഞ്ഞത്. അപ്പൊ അവന്റെ വംശത്തിൽപ്പെട്ടവരൊക്കെ നിഷാദന്മാരായി മാറി എന്നാണ്. അവര് ഗിരികാനന ഗോചരാഹ, പർവ്വതങ്ങളിലും കാടുകളിലും ഒക്കെ അങ്ങനെ സഞ്ചരിച്ചും കൊണ്ട് ജീവിക്കുകയാണ്. അതാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം കൈകൾ കൂട്ടി അങ്ങോട്ട് കടഞ്ഞു. കൈകൾ കൂട്ടി കടന്ന സമയത്ത് വലത്തെ കൈയിൽ നിന്നൊരു പുരുഷനും ജനിച്ചു, ഇടത്തെ കൈയിൽ നിന്നൊരു സ്ത്രീയും ജനിച്ചു. ആ പുരുഷൻ ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പൃഥുചക്രവർത്തിയായിരുന്നു, പൃഥു മഹാരാജാവായിരുന്നു. ആ സ്ത്രീ ആരാണ്? മഹാലക്ഷ്മിയുടെ അവതാരമായ അർച്ചിസ് ആയിരുന്നു. ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്നു ഭഗവാനെ വളരെ കേമായിട്ട് സ്തുതിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൃഥുവിൻ്റെ കഥയാണ് ഗംഭീരമായിട്ട് 5 അധ്യായങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കഥയാണ്. അങ്ങനെ പൃഥുവിനെ അഭിഷേകമൊക്കെ ചെയ്ത് രാജാവാക്കി. ദേവന്മാർ ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹം നമ്മളെ രക്ഷിക്കാനാണ് അവതരിച്ചതെന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അഭിഷേകമൊക്കെ ചെയ്ത് രാജാവാക്കിയത്. സാധാരണ രാജാവായി കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവിടെ വൈതാളികന്മാർ, സൂതന്മാരും മാഗധന്മാരും ഒക്കെ ഉണ്ടാവും. അവർ വളരെ കേമായിട്ട് രാജാവിനെങ്ങനെ പുകഴ്ത്തും സ്തുതിക്കുകയൊക്കെ ചെയ്യും. അപ്പം പൃഥുവിനെ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങിയ സമയത്ത് പൃഥു പറഞ്ഞു, ഏയ്, എന്നെ ആരും സ്തുതിക്കരുത്. ഭോ സൂത ഹേ മാഗധ സൗമ്യവന്തിൻ ലോകേ അധുന അസ്പഷ്ട ഗുണസ്യ മേസിയാൽ. എൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ സ്പഷ്ടമാക്കിയിട്ടില്ല, അതുകൊണ്ട് എന്നെ അങ്ങനെ സ്തുതിക്കൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ആ സ്തുതിയെയൊക്കെ അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു, ഉപേക്ഷിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവാണ് ഇതിലൂടെയൊക്കെ കാണിച്ചു തരുന്നത്. അതങ്ങനെ കഴിഞ്ഞു. പൃഥു രാജാവായി കഴിഞ്ഞാൽ പിന്നെ സങ്കടം ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് പൃഥു ചോദിച്ചു. അപ്പോഴോ അനവധി ആളുകൾ ഉണ്ടായിരുന്നു, കാത്തു നിൽക്കുകയാണ് രാജാവിനെ ഒന്ന് മുഖം കാണിക്കാൻ. കാരണം ഈ വേനന്റെ അധർമ്മം കാരണം സൽപ്രവർത്തികളൊന്നും ചെയ്യാതെ ആയതിൻ്റെ പേരിൽ ഭൂമിയിൽ കൃഷി തുടങ്ങിയതൊന്നും ഇല്ലാതെയായി. എല്ലാം എന്തായി? വ്യവസ്ഥ ഇല്ലാത്ത രീതിയിലായി. അപ്പം ജനങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ ഈ വേനന്റെ ദുർഭരണം കൊണ്ട് പട്ടിണിയായിട്ടുണ്ട്. അവർ രാജാവോട് പറഞ്ഞു, വയം രാജൻ ജാഠരേണാഭിതപ്ത യഥാഗ്നിനാ കോടരസ്ഥേന വൃക്ഷാഃ ത്വാമദ്യയാതാ ശരണം ശരണ്യം യസ്സാധിതോ വൃത്തികരപ്പതിർന്ന. രാജൻ, ഞങ്ങള് ജാഠരേണാഭിതപ്ത, പെശുപ്പ് കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
യഥാ അഗ്നിനാ കോടരസ്ഥേന വൃക്ഷാഹ, ഈ കാട്ടുതീയിൽ വൃക്ഷമൊക്കെ ദഹിക്കുന്നത് പോലെ ഞങ്ങളിങ്ങനെ ദഹിച്ചും കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ പൃഥുചക്രവർത്തി ഭൂമിദേവിയോട് യുദ്ധം ചെയ്തു എന്നാണ്. ഭൂമിദേവീൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഭൂമിദേവി ഒരു ഗൗരൂപം സ്വീകരിച്ച് അവിടുന്ന് ഓടിപ്പോയി. ഈ പൃഥുവിൻ്റെ കയ്യിലൊരു മെതിയടി ഉണ്ട്. അതിൽ കയറി നിന്നാൽ എവിടെയാണോ എത്തേണ്ടത് എന്ന് വിചാരിക്കുന്നുണ്ടോ അവിടെ എത്താൻ പറ്റും. അതാണ് ആ മെതിയടിയുടെ പ്രത്യേകത. അങ്ങനെ ഭൂമി എവിടേക്കൊക്കെ പോയോ അവിടേക്കൊക്കെ പൃഥുവും ചെന്നു. എന്നിട്ട് അവസാനം ഭൂമിയെ ഇങ്ങോട്ട് പിടിച്ചു. ഭൂമിയോട് പറഞ്ഞു, വസുധേ ത്വാം വധിഷ്യാമി മച്ചാസനപരാങ് മുഖീം ഭാഗം ബർഹിഷിയാ വൃങ്ക്തേ തനോതി ച നോ വസു. അല്ലയോ വസുധേ, നിന്നെ ഞാൻ ഇപ്പം വധിക്കും. എൻ്റെ വാക്കിനെ ധിക്കരിച്ചവളായ നിന്നെ ഞാൻ ഇപ്പം വധിക്കും. സാധാരണ സ്ത്രീകളെ വധിക്കരുത് എന്നൊക്കെയാണ് പറയുക. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും പുമാൻ യോഷി തുതക്ലീപ ആത്മസംഭാവനോധമ ഭൂതേഷു നിരനുക്രോശ നൃപാണാം തദ്വധോവധ. പുരുഷനായാലും സ്ത്രീയാണെങ്കിലും നപുംസകമാണെങ്കിലും ഭൂതേഷു നിരനുക്രോശോ, ജീവജാലങ്ങളെ ദ്രോഹിക്കുന്നവരെ വധിക്കുക എന്നുള്ളത് രാജാവിൻ്റെ കർത്തവ്യമാണ്. സ്ത്രീ ആയതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നീ കാരണമാണ് ഇപ്പതാ ഈ ജനങ്ങൾക്കൊക്കെ ഭക്ഷണം കിട്ടാതെ ആയിപ്പോയത് എന്ന് പറഞ്ഞു. അപ്പം ഭൂമി പൃഥുവിനെ കേമായിട്ട് സ്തുതിച്ചും കൊണ്ട് പറഞ്ഞു, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ, ഈശ്വരനല്ലേ, അങ്ങല്ലേ പണ്ട് എന്നെ ഹിരണ്യാക്ഷൻ ബുദ്ധിമുട്ടിച്ച സമയത്ത് അങ്ങല്ലേ എന്നെ രക്ഷിച്ചത്. ആ അങ്ങ്, എൻ്റെ ഭർത്താവായ അങ്ങ് എന്നോട് ക്ഷുബ്ധനായാൽ ഞാൻ ആരെയാണ് ആശ്രയിക്കുക? സ ഏവ മാം ഹന്തുമുദായുധസ്വരാടുപസ്ഥിതോന്യം ശരണം കമാശ്രയേ. ഞാൻ ആരെയാണ് ആശ്രയിക്കുക? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭൂമിദേവി ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. എന്നിട്ട് അവസാനം ഭൂമി കാര്യം പറഞ്ഞു, ഞാനല്ല ഈ കുഴപ്പമൊന്നും ഉണ്ടാക്കിയത്. ആരാ ചോദിച്ചാൽ എനിക്കിന്ന് നേരിട്ട് പറയാൻ വയ്യ. അങ്ങയുടെ പിതാവ് കാരണം തന്നെയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അയാളുടെ ദുർഭരണമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പം അധാർമികമായ ഭരണം രാജഭരണമായിരുന്നു, അധാർമികമായിട്ടായിരുന്നു ഈ വേനൻ ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സമൃദ്ധിയെ മുഴുവൻ എന്നിൽ ഒളിപ്പിച്ചു വെച്ചു. മഹാത്മാക്കളായ ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഗുണങ്ങളെയും ഐശ്വര്യത്തെയും പ്രകടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പശുവായിട്ട് നിൽക്കാം. ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, മനുഷ്യന്മാരും രാക്ഷസന്മാരും അസുരന്മാരും ഇവരൊക്കെ വ്യത്യസ്ത വർഗങ്ങളാണ്. ഇവരൊക്കെ എന്ത് ചെയ്യട്ടെ? തങ്ങളിൽ വന്നിട്ട് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ പശുക്കുട്ടിയാക്കി നിർത്തി ഓരോരുത്തരും വേണ്ടത് എന്നിൽ നിന്ന് കറന്നെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി ഒരു പശുവായിട്ട് അങ്ങനെ നിന്നുകൊടുത്തു. ഓരോ ആളുകളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ പശുക്കുട്ടിയാക്കി നിർത്തി ഭൂമിയിൽ നിന്ന് വേണ്ടതൊക്കെ കറന്നെടുത്തു. മനുഷ്യന്മാര് മനുവിനെ പശുക്കുട്ടിയാക്കി നിർത്തി അവർക്ക് വേണ്ടതൊക്കെ കറന്നെടുത്തു. അതുപോലെ അസുരന്മാര് പ്രഹ്ലാദനെ പശുക്കുട്ടിയാക്കി നിർത്തി അവർക്ക് വേണ്ടതൊക്കെ കറന്നെടുത്തു. ദേവന്മാര് ഇന്ദ്രനെ പശുക്കുട്ടിയാക്കി നിർത്തി അവർക്ക് വേണ്ടതൊക്കെ കറന്നെടുത്തു. ഒക്കെ ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. അതാണ് പറഞ്ഞ താല്പര്യം. സകലവും ഭൂമിയിൽ തന്നെയാണ് കിട്ടുന്നത് അല്ലേ? സംഗീതമായാലും ഇന്ന് ലോകത്തിലുണ്ടായ വിദ്യകൾക്കൊക്കെ അടിസ്ഥാനം ഈ ഭൂമി തന്നെയല്ലേ? സംഗീതത്തിനാണെങ്കിലും ശാസ്ത്രത്തിനാണെങ്കിലും എല്ലാ വികസനത്തിനും അടിസ്ഥാനം ശരിക്കും ആരാണ്? ഭൂമി തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടതൊക്കെ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു എന്ന് പറയാൻ. സിദ്ധന്മാര് കപിലനെ പശുക്കുട്ടിയാക്കി നിർത്തി അവർക്ക് വേണ്ടതൊക്കെ കറന്നെടുത്തു. ഇവിടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ എന്താ കാണിക്കുന്നത്? യജ്ഞസങ്കല്പത്തെയാണ് ഭാഗവതം ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പം നമുക്ക് ഭൂമിയിൽ നിന്ന് പലതും സമ്പാദിക്കണം, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് കറന്നെടുക്കുന്ന രീതിയിലാവണം. ഒരിക്കലും ഭൂമിയെ നശിപ്പിച്ചും കൊണ്ടാവരുത്. അപ്പം നമ്മൾ പശുവിനെയൊക്കെ കറക്കുമ്പോൾ എന്താ ചെയ്യുക? പശുവിന് പുല്ലും വെള്ളമൊക്കെ കൊടുത്തിട്ടല്ലേ പശുവിനെ കറക്കുള്ളൂ. അതിനെ ബുദ്ധിമുട്ടിക്കരുത്. അതുപോലെ ഭൂമിയെ ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടതൊക്കെ ഈ പ്രകൃതിയിൽ നിന്ന് സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നത്? പ്രകൃതിയെ കഷ്ടപ്പെടുത്തുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം പല പ്രശ്നങ്ങളും പ്രകൃതിക്ക് ഉണ്ടാവും. അതൊക്കെ ആരെയും ബാധിക്കും? മനുഷ്യരെയും ബാധിക്കും. അങ്ങനെ അല്ലാതെ
പ്രകൃതിക്ക് സമർപ്പണമായി പ്രകൃതിക്ക് വേണ്ടതൊക്കെ അങ്ങോട്ട് കൊടുത്ത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ പ്രസാദമാണ് എന്ന് കരുതി, പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ പ്രസാദമാണ് എന്ന് കരുതി അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനാണ് യജ്ഞം എന്ന് പറയുക. അപ്പൊ പ്രകൃതിക്ക് വേണ്ടതും നമ്മൾ ചെയ്യണം. അപ്പൊ പ്രകൃതി നമ്മളെ വേണ്ട തരത്തിൽ അനുഗ്രഹിക്കും. അപ്പൊ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ പരസ്പര പൂരകമായി പ്രവർത്തിക്കണം. ഇതൊക്കെയാണ് ഈ കറവ പ്രക്രിയയിലൂടെ കാണിച്ചു തരുന്നത്. അതിനുശേഷം ഓരോരുത്തർക്കും വേണ്ടതൊക്കെ കിട്ടി, അവരൊക്കെ സംതൃപ്തരായി. പിന്നീട് എന്ത് ചെയ്തു? ഭൂമിയിൽ കുറേ പർവ്വതങ്ങളൊക്കെ ഉണ്ട്. ഈ പർവ്വതങ്ങളെ കുറേ ഭാഗത്തേക്ക് പൃഥു എന്ത് ചെയ്തു? ഇടിച്ച് നിരപ്പാക്കി, ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലാക്കി. ചൂർണയൻ സുധനുഷ്കോട്ടിയ ഗിരികൂടാനി രാജരാട് ഭൂമണ്ഡലമിതം വൈന്യ പ്രായശ്ചക്രേ സമം വിഭൂ. കുറേ ഭാഗം സമതലമാക്കി മാറ്റി. പിന്നീട് ജനങ്ങൾക്ക് താമസിക്കാൻ ഗ്രാമാൻ പുരപ്പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ പ്രജാൻ സശിബിരാൻ ആകരാൻ ഖേടഖർവടാൻ. ഗ്രാമങ്ങള്, പുരങ്ങള്, പത്തനങ്ങള്, ഇന്നിപ്പം ജില്ല, മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്നില്ലേ, കോർപ്പറേഷൻ എന്നൊക്കെ പറയുമല്ലോ, അതേ രീതിയിൽ ഒരു വിഭജനം ആദ്യം നടത്തിയത് ആരാണ്? ഈ പൃഥുവാണ്. ഘോഷാൻ വ്രജാൻ, ഘോഷങ്ങള്, വ്രജങ്ങള്, ഈ രീതിയിൽ ജനങ്ങൾക്ക് താമസിക്കാൻ, ഓരോരുത്തർക്കും താമസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ പൃഥു മുന്നോട്ട് കൊണ്ടുപോയി ആവിഷ്കരിച്ചു. എന്ന് മാത്രമല്ല, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ, പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം തൻ്റെ രാജ്യത്തെ നയിച്ചു. ഈ ഭൂമിയെ തന്നെ അദ്ദേഹം എങ്ങനെ കണ്ടു? തുഹിതൃത്വേചകാരേ മാം പ്രേംണാ തുഹിതൃവത്സല. ഒരു പെൺകുട്ടിയെ എങ്ങനെയാണോ അച്ഛൻ കാണുന്നത്, അതുപോലെ വളരെ നല്ല രീതിയിൽ വേണ്ടതുപോലെ ആ അച്ഛൻ മകളെ നോക്കുന്നത് പോലെ ഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അതിന്റെ ഫലമായി പൃഥുവിന്റെ മകൾ എന്ന അർത്ഥത്തിൽ ഭൂമിക്ക് എന്ത് പേര് വന്നു? പൃഥ്വി എന്നുള്ള പേര് എങ്ങനെയാണ് ഉണ്ടായത്? പൃഥുവിന്റെ മകൾ എന്നുള്ള അർത്ഥത്തിലാണ് പൃഥ്വി എന്ന പേര് തന്നെ ഭൂമിക്ക് കിട്ടിയത്. അതും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ സമൃദ്ധമായി രാജ്യം വികസിച്ചങ്ങനെ വന്നു. സമൂഹത്തിലൊക്കെ അഭിവൃദ്ധി ഉണ്ടായി, എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ പൃഥു എന്ത് ചെയ്തു? സമ്പത്തൊക്കെ ഉണ്ടായാലാണ് നമ്മൾ എന്ത് ചെയ്യുക? യജ്ഞങ്ങളൊക്കെ നടത്താൻ തീരുമാനിക്കുക. നാട്ടിൽ സമ്പത്തും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ യജ്ഞമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമൊക്കെയാണ് വേണ്ടത്. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അതൊക്കെ പൃഥു ചെയ്തു കൊടുത്തു. അതിനുശേഷം യജ്ഞങ്ങൾ നടത്താനായിട്ട് ആരംഭിക്കുകയാണ്. ഓരോരോ യജ്ഞങ്ങളായി നടത്താനായിട്ട് തുടങ്ങുകയാണ്. അതാണ് തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ പറയുന്നത്. തുടർന്ന് രാജാവ് യജ്ഞങ്ങൾ അങ്ങ് നടത്തി. എവിടെയാണ് നടത്തിയത്? ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ യത്ര പ്രാചീ സരസ്വതി. ആ ബ്രഹ്മാവർത്തം, സരസ്വതി നദിയുടെ സമീപത്താണ് ബ്രഹ്മാവർത്തം എന്ന് പറഞ്ഞ പ്രദേശം. സരസ്വതിയുടെയും ദൃഷദ്വതിയുടെയും മധ്യത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞഭൂമിയായിട്ടാണ് ഈ പ്രദേശത്തെ പറയുക. ബ്രഹ്മാവർത്തം എന്നാണ് ആ സ്ഥലത്തിന് പറയുക. അവിടെ വെച്ച് അതിഗംഭീരമായ യജ്ഞം അങ്ങനെ നടത്തി. അങ്ങനെ ആ യജ്ഞമഹോത്സവത്തിൽ ധാരാളം ആളുകൾ പങ്കെടുക്കാനായി വന്നു. സാക്ഷാൽ ഈശ്വരനായ ഹരി അവിടെ വന്നു. ഹരിക്ക് വേണ്ടിയിട്ടാണ് യജ്ഞങ്ങളൊക്കെ നടത്തുന്നത്. യജ്ഞോ വൈ വിഷ്ണു. ഹരി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ഈശ്വര ആരാധനയായിട്ടാണ് ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പഴയ കാലത്ത് സമ്പത്ത് എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ദാരിദ്ര്യങ്ങളൊക്കെ നീക്കാനും പട്ടിണിയൊക്കെ മാറ്റാനുമാണ് യജ്ഞങ്ങൾ നടത്തുന്നത്. ഒരു തരത്തിലും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല. യാഗയജ്ഞങ്ങളിലൂടെ ആ മഹാഭാരതത്തിലും വാൽമീകി രാമായണത്തിലും ഒക്കെ നമുക്ക് അശ്വമേധയാഗത്തിൻ്റെയൊക്കെ വർണ്ണനകൾ കാണാൻ സാധിക്കും. അവിടെ രാജസൂയത്തിൻ്റെ വർണ്ണന കാണാൻ കഴിയും. അവിടെ നിന്ന് ഒരാൾക്ക് പോലും ഭക്ഷണത്തിനൊരു മുട്ടുണ്ടാവില്ല. അനവധി കാലം ആഹാരം എപ്പോഴും വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായവും കൂടിയാണ് യജ്ഞങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീണ്ടു നിൽക്കുന്ന യജ്ഞങ്ങളിലൊക്കെ വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മാനവർക്കും വേണ്ടത് മുഴുവൻ മനസ്സ് അറിഞ്ഞ് തൃപ്തിയാവുന്നത് വരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും യജ്ഞങ്ങളിൽ. അപ്പം അങ്ങനെയുള്ള യജ്ഞമാണ് ബ്രഹ്മാവർത്തത്തിൽ വെച്ച് നടക്കുന്നത്. ധാരാളം ആളുകൾ ഈ യജ്ഞത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അങ്ങനെ വന്നു. സനകാദികൾ, ദത്താത്രേയൻ, നാരദൻ തുടങ്ങിയവരൊക്കെ അങ്ങോട്ട് എത്തിച്ചേർന്നു. അങ്ങനെ അതിഗംഭീരമായ ആ
കർമ്മം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രിയാണ് കാര്യങ്ങളൊക്കെ നോക്കാൻ പുരോഹിതനായിട്ട് നിന്നത്. ആരാണ്? അത്രിയാണ്. അങ്ങനെ ഒരു യാഗം കഴിഞ്ഞു. ഒരു യാഗം കഴിഞ്ഞ സമയത്ത് രണ്ടാമത്തെ യാഗത്തിന് വേണ്ട പണം മുഴുവൻ അവിടെ അവശേഷിച്ചിട്ടുണ്ട്. എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സത്രവും കൂടി, ഒരു യാഗവും കൂടി നടത്താനുള്ള സമ്പത്ത് അവിടെ ബാക്കിയാണ്. വീണ്ടും യാഗം നടത്തി. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 10, 50, 80, 90, 95, 99, 99 യാഗങ്ങൾ നടത്തി. 100ാമത്തെ യാഗം ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പൊ 100 യാഗം ചെയ്താൽ ആ ചെയ്തവൻ ഇന്ദ്രനാവും എന്നാണ് പറയുക. അപ്പൊ ഇന്ദ്രനാകെ ഒരു പരിഭ്രമായി. തൻ്റെ സ്ഥാനം തട്ടിത്തെറിപ്പിക്കാനാവുമോ ഇനി ഈ ചങ്ങാതി യാഗം നടത്തുന്നത്? അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു? വേഷം മാറി വന്ന് ആ യജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട അംഗമായ അശ്വത്തെ, അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയെ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഇവിടെ പൃഥ്വിരാജാവ് ദീക്ഷിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ മകൻ വിജിതാശ്വൻ യജ്ഞത്തെ കൊണ്ടുവരാനായിട്ട് പുറപ്പെട്ടു. അത്രിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. എന്ന ദിക്കിലാണ് ഇന്ദ്രൻ ഇരിക്കുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അത്രിയാണ്. അത്രി പറഞ്ഞ വഴിക്ക് അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ ആ ഇന്ദ്രനെ കണ്ടു. ഇന്ദ്രനെ കൊല്ലാനായിട്ട് പുറപ്പെട്ടപ്പം ഇന്ദ്രൻ എന്ത് ചെയ്തു? വേഷം മാറി. കാഷായ വേഷമൊക്കെ ധരിച്ച്, ഒരു എന്താ പറയേണ്ടത്, പ്രത്യേക രീതിയിൽ രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച്. അപ്പം അങ്ങനെ ഒരാളെ കൊല്ലാൻ പാടില്ലല്ലോ. ആ കുതിരയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്ദ്രനെ വെറുതെ വിട്ടു. പക്ഷെ ഇന്ദ്രൻ വീണ്ടും പോലെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ കുതിരയെ കട്ടുകൊണ്ടുപോകാൻ നോക്കി. അങ്ങനെ ഇന്ദ്രൻ ഈ കാഷായ വസ്ത്രമൊക്കെ ധരിച്ചും കൊണ്ടൊക്കെയാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത്. അതിന് ഫലമായി സന്യാസത്തിൻ്റെ പേരിൽ പല ദോഷങ്ങളുണ്ടായി എന്ന് പറയാണ്. പാഖണ്ഡ സമ്പ്രദായത്തിലുള്ളവരൊക്കെ കാഷായ വസ്ത്രമൊക്കെ ധരിച്ചും കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതൊക്കെ ആ കാലത്തുള്ള കാഷായ വസ്ത്രധാരികളായ പല വിഭാഗക്കാരെയും കുറ്റപ്പെടുത്തുകയാണ്. കാരണം പല സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയൊക്കെ പേര് പറയുകയും ചെയ്യും. ത്യാഗമൊന്നും ഉണ്ടാവില്ല. പുറമേ കാഷായ വസ്ത്രം ധരിച്ചു തന്നെ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ ആ ഒരു ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഏത് കാലത്തും ഉണ്ടേ. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടല്ലോ, ജഡിലോ മുണ്ടി ഗുഞ്ചിത കേശ ഉദരനിമിത്തം ബഹുകൃതവേഷം. ഉദരനിമിത്തമായി പല വേഷങ്ങളും കെട്ടി നടക്കുന്ന ആൾക്കാർ പണ്ടുണ്ട്. അപ്പൊ അത്തരക്കാരെ ആണ് ഇവിടെ സൂചിപ്പിച്ചത്, പാഖണ്ഡൻ എന്നൊക്കെ പറഞ്ഞത്. അവസാനം എന്തായി? ഈ താഴെ ആരുണ്ട്? അത്രി മഹർഷി ഉണ്ട്. അത്രി ഇന്ദ്രനെ ഇങ്ങോട്ട് ആവാഹിച്ചു, സ്രുവത്തിലേക്ക് ഇങ്ങോട്ട് ആവാഹിച്ചു. ഇന്ദ്രനോടൊപ്പം ആ അഗ്നിയിലേക്ക് അങ്ങോട്ട് ഹോമിക്കാൻ തീരുമാനിക്കുകയാണ്, ഇന്ദ്രനെ തന്നെ. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു? അവിടെ ബ്രഹ്മാവിന്റെ കാൽക്കല് നമസ്കരിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, പൃഥ്വിനോട് പറഞ്ഞു, അങ്ങക്ക് 100 യാഗം ചെയ്തോളം നിർബന്ധമൊന്നുമില്ലല്ലോ, 99 യാഗം ചെയ്താലും സന്തോഷം തന്നെയല്ലേ? അപ്പൊ പൃഥ്വി പറഞ്ഞു, എനിക്ക് 100 യാഗം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, 99 യാഗം ചെയ്താലും സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പുതിയൊരു ബിരുദവും കൂടിയും കിട്ടി. ആർക്ക്? പൃഥുവിന്. ഏകോന ശതക്രതു എന്നൊരു പേര് കിട്ടി. 100ൽ നിന്ന് 1 കുറഞ്ഞ അത്ര യാഗം ചെയ്തവൻ എന്നാണ് അർത്ഥം. 99 യാഗം ചെയ്തവൻ, 100ൽ നിന്ന് 1 കുറഞ്ഞ അത്ര യാഗം ചെയ്തവൻ, 99 യാഗം ചെയ്തവൻ. ശതക്രതു എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. ഏകോന ശതക്രതു എന്ന് പറഞ്ഞാൽ ഈ പൃഥുവിന്റെ പര്യായമാണ്. 99 യാഗം ചെയ്തവൻ. വളരെ കേമനായി പൃഥു. അപ്പൊ ഇന്ദ്രൻ ആകെ ഒരു വിഷമായി. താനിപ്പം അദ്ദേഹത്തിനെ വല്ലാതെ അപമാനിച്ചില്ലേ. ഒരു പശ്ചാത്താപമൊക്കെ ഇന്ദ്രന്റെ ഉള്ളിൽ വന്നു. ഇന്ദ്രൻ എന്ത് ചെയ്തു? മഹാവിഷ്ണുവിനെയും കൂട്ടി ഇങ്ങോട്ട് വരികയാണ്. മഹാവിഷ്ണുവിനെയും കൂട്ടി പൃഥുവിനെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ മഹാവിഷ്ണു പൃഥുവിനോട് വർത്തമാനമൊക്കെ പറഞ്ഞു. സുധിയ സാധവോ ലോകേ നരദേവ നരോത്തമ നാഭിദ്രുഹ്യന്തി ഭൂതേഭ്യോ എരിഹിനാത്മാ കളേബരം. സജ്ജനങ്ങള്, പണ്ഡിതന്മാര് അവരാരും തന്നെ ലോകത്തിൽ യാതൊരു വിഷമവും ഉണ്ടാക്കില്ല. ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചവരോട് പോലും അവരെന്താ ചെയ്യുക? ക്ഷമിക്കുകയാണ് ചെയ്യുക. കാരണം ഒന്നിനോട് അവർക്ക് സംഘം ഉണ്ടാവില്ല. അവർക്കറിയാം ആത്മാവ് അസംഗനാണ് എന്നറിയാം. ഏകശുദ്ധ സ്വയം ജ്യോതി നിർഗുണോസൗ ഗുണാശ്രയ സർവഗോനാവൃത സാക്ഷി നിരാത്മാത്മാത്മനപര. ആത്മാവ് എങ്ങനെയുള്ളതാണ്? ഏകനാണ്, ശുദ്ധനാണ്,
സ്വയം ശോഭിക്കുന്നവനാണ്, ഒരു തരത്തിലുള്ള ഗുണവും ഇല്ലാത്തവനാണ്, നിർഗുണനാണ്. സത്വം, രജസ്, തമസ്, ഇതാണ് സാധാരണ മനുഷ്യരിലൊക്കെ ഉള്ള 3 ഗുണങ്ങൾ, പ്രകൃതിയിലുള്ള 3 ഗുണങ്ങൾ. ഇവയെ അതിക്രമിച്ചിരിക്കുന്നവനാണ് പരമാത്മസ്വരൂപം. അപ്പൊ അങ്ങനെയുള്ള ആ സത്യസ്വരൂപത്തെ സാക്ഷാത്കരിച്ചവർക്കും ഈ ഗുണകാര്യങ്ങളായ ഞാൻ, എൻ്റെ എന്ന സ്വാർത്ഥ ചിന്തകളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ പൃഥുവിനോട് പറഞ്ഞു, ഈ ഇന്ദ്രനോടൊന്നും ഒരു പ്രത്യേകിച്ചൊരു ദേഷ്യമൊന്നും ഉണ്ടാവരുത്, ലോകിയാവണം എന്ന് പറഞ്ഞു. അപ്പം പൃഥു പറഞ്ഞു, എനിക്ക് അലോഗ്യമൊന്നുമില്ലല്ലോ, എനിക്ക് യാതൊരു അലോഗ്യവും ഇല്ല, ഞാൻ പൃഥുവായിട്ട് ഇന്ദ്രനായിട്ട് വളരെ ലോക്യത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യൊക്കെ കൊടുത്ത് അവർ പിരിഞ്ഞുപോയി. അതങ്ങനെ കഴിഞ്ഞു. ഭഗവാൻ വിഷ്ണു പൃഥുവിനോട് ചോദിച്ചു, എന്തെങ്കിലും വേണോ? എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം, എന്ത് വരം വേണമെങ്കിലും തരാമെന്ന് പറയാം. അപ്പം പൃഥു പറഞ്ഞു, ഭഗവാനെ ഒരു വരവും വേണ്ട, ഇനി അങ്ങ് വരം തന്നിട്ടേ പോവുള്ളൂ എന്നാണെങ്കിൽ എന്താ വേണ്ടത്? വിധൽസ്വ കർണായുധമേഷമേ വരാ, ഒരു 10,000 ചെവി ഉണ്ടായാൽ മതി, അത്രയേ വേണ്ടൂ, വേറൊന്നും വേണ്ട. എന്താ ഈ 10,000 ചെവി ഉണ്ടാവുക എന്ന് പറഞ്ഞ അർത്ഥം? 10,000 ചെവി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കാൻ സാധിക്കുന്ന 2 ചെവി ഉണ്ടാവട്ടെ എന്ന് താല്പര്യം. എവിടെയൊക്കെയാണോ സപ്താഹയജ്ഞങ്ങൾ നടക്കുന്നത്, എവിടെയൊക്കെ ഭഗവത്ഗീത യജ്ഞങ്ങൾ നടക്കുന്നുണ്ടോ, അതൊക്കെ കേൾക്കാൻ സാധിക്കുന്ന തരത്തിൽ 2 ചെവി ഉണ്ടാവണേ. അതാണ് 10,000 ചെവി ഉണ്ടാവണേ എന്ന് പറഞ്ഞ അർത്ഥം. അല്ലാതെ മേല് മുഴുവൻ ഇങ്ങനെ ചെവി ഉണ്ടാവട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല. ഭഗവാന്റെ ആ ഒരു കഥകളൊക്കെ കേൾക്കാൻ എപ്പോഴും സാധിക്കണം. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ എന്ന് പറയുന്നില്ലേ വേദം. കർണേഭി ശൃണുയാമ ഭദ്രം, കർണേഭി ശൃണുയാമ, ഭദ്രമായ കാര്യങ്ങൾ, ധാർമ്മികമായ മംഗളങ്ങളായ കാര്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ സാധിക്കണേ എന്ന് വേദം പറയുന്നുണ്ടല്ലോ. ആ ആശയം തന്നെയാണ് ഇവിടെ പൃഥു ഉദ്ദേശിച്ചത്. ഭഗവാന്റെ കഥകൾ എപ്പോഴും കേൾക്കാനായി സാധിക്കണേ. ഭഗവാനെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങയുടെ ഭക്തന്മാരുമായി എപ്പോഴും സംഘം ഉണ്ടാവണേ. എന്താണോ, ഏത് വഴിക്ക് പോയാലാണോ എനിക്ക് ക്ഷേമം ഉണ്ടാവുക, ആ വഴിയിലൂടെ അങ്ങ് തന്നെ എന്നെ നയിക്കൂ. യഥാചരേൽ ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവ അർഹസി നസ്സമീതും. ആ അച്ഛൻ മക്കൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുമല്ലോ, മക്കൾ പറഞ്ഞിട്ടല്ലല്ലോ ഒന്നും ചെയ്യുന്നത്. മക്കളുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അച്ഛൻ പ്രവർത്തിക്കുന്നത് പോലെ എന്നെ ഏത് വഴിക്കാണോ നയിക്കേണ്ടത് ആ വഴിക്ക് എന്നെ നയിച്ചാലും എന്നൊക്കെയാണ് പൃഥു ഭഗവാനോട് പറഞ്ഞത്. അങ്ങനെ ആ ഭഗവാൻ പൃഥുവിനെ അനുഗ്രഹിച്ച്, ഭഗവാനൊന്നും ചോദിച്ചിട്ട് പോലും പൃഥു ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതാണ് പൃഥുവിന്റെ മഹത്വം. അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് പോയി എന്ന് പറയാൻ, അതാണ് പിന്നീട് പറഞ്ഞത്. അങ്ങനെ പൃഥു വളരെ ഭംഗിയായി രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ഗംഭീരമായ ഒരു സത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഗംഭീരമായ ഒരു കുംഭമേളയൊക്കെ ഇല്ലേ, അതുപോലുള്ളൊരു പരിപാടിയാണ്. ഗംഗാ യമുനയോർ നദ്യോ അന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയാ. ധാരാളം ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ സമാജങ്ങളിലായി ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. രാജർഷിമാര്, ബ്രഹ്മർഷിമാര്, ഇങ്ങനെ അനവധി ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആ സഭയിലേക്ക്. അതുപോലെ ധാരാളം പൗരന്മാര് അവിടെ കടന്നുകൂടിയിട്ടുണ്ട്. ആ ആളുകളുടെയൊക്കെ മധ്യത്തിൽ ഉത്ഥിത സദസ്സോ മധ്യേ താരാണാമുടുരാടിവ, നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്നതുപോലെ ഈ പൃഥുവിനെ അങ്ങനെ പൃഥു അതിമനോഹരമായിട്ട് അങ്ങനെ ശോഭിക്കുന്നുണ്ട്. എന്താ കഥ? പ്രാംശു പീനായതഭുജ ഗൗര കഞ്ചാരുണേക്ഷണ സുനാസസുമുഖ സൗമ്യ പീനാംസസ്മിത. എല്ലാ പുരുഷ ലക്ഷണവും അദ്ദേഹത്തിൽ തികഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പൃഥു തനിക്ക് സംസാരിക്കേണ്ട അവസരം കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ പൗരന്മാരെ മുഴുവൻ ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ അതിഗംഭീരമായ ഭാഷണം അവിടെ ചെയ്തു എന്നാണ്. അങ്ങനെ അദ്ദേഹം സംസാരിച്ചത്: ചാരു ചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢം അവിക്ലവം സർവേഷാമുപകാരാർത്ഥം തഥാ അനുവദന്യവ.
നല്ല രീതിയിൽ ചാരു സുന്ദരമായ പദങ്ങളോടുകൂടി ചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢം അവിക്ലവം, ഒരു തരത്തിലും മുറിഞ്ഞു പോവാതെ നല്ല ഒഴുക്കുണ്ട് സംസാരത്തിൽ, വേണ്ടത് മാത്രം പറയുക. മിതം ച സാരം ച വചോഭിവാഗ്മിത എന്ന് പറയും. മിതമായതും സാരമായതും, മിതമായി പറയണം, പറയുന്നത് എന്താവണം, സാരവത്താവണം, ഏറ്റവും പ്രധാനപ്പെട്ടതാവണം. ആ തരത്തിലായിരുന്നു പൃഥുവിൻ്റെ സംസാരം. പൃഥു പറയാനായിട്ട് തുടങ്ങുകയാണ്. സഭ്യാശൃണുത ഭദ്രം വ സാധവോയ ഇഹാഗത സൽസു ജിജ്ഞാസുഭിർധർമ്മമാവേദ്യം സമനീഷിതം. അല്ലയോ സഭ്യന്മാരെ, സഭയിലിരിക്കാൻ യോഗ്യതയുള്ളവരെയാണ് സഭ്യർ എന്ന് പറയുക. അതിന് വിപരീതമാണ് അസഭ്യൻ എന്ന് പറയുന്നത്. സഭ്യൻ എന്നുള്ളതിന്റെ വിപരീതമാണ് അസഭ്യൻ. അസഭ്യമായി സംസാരിച്ചു എന്നൊക്കെ പറയാറില്ല. അസഭ്യം എന്നുള്ള പദമൊക്കെ ഇങ്ങനെ ഉണ്ടായതാണ്. സഭയിൽ പറയാൻ കൊള്ളാത്തത്, ഇതാണ് അസഭ്യം. സഭയിൽ പറയാൻ പറ്റുന്നത് സഭ്യം. അങ്ങനെയാണ് ഈ പദം തന്നെ ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജാവാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ നികുതി വാങ്ങുന്നുണ്ട്, 1/6 ഭാഗം നികുതി വാങ്ങുന്നുണ്ട്. അപ്പം നികുതി വാങ്ങുന്ന രാജാവ് ജനങ്ങളെ ധർമ്മകാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ, ആ പ്രജകൾ അധർമ്മം ചെയ്താൽ ആ അധർമ്മത്തിൻ്റെയും 1/6 ഭാഗം പാപം രാജാവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്തിട്ടെങ്കിലും സത്യം മാത്രമേ ചെയ്യാവൂ, പാപം ഒരിക്കലും ചെയ്യരുത്, അധർമ്മം ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല, ഈ ധർമ്മം ചെയ്യണമെന്ന് പറയുന്നവനും ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരും ധർമ്മം ചെയ്യുന്നവർക്കൊക്കെ ഒരേ ഫലം കിട്ടുന്നതാണ്. കർത്തു ശാസ്തു അനുജ്ഞാതു. ധർമ്മം ചെയ്യുന്നവനും ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനും ആ പ്രേരിപ്പിച്ചത് അനുസരിക്കുന്നവനും ഒക്കെ എന്താ കിട്ടുക? തുല്യമിയൽ പ്രയത്യ തൽഫലം, തുല്യമായ ഫലം തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സൽക്കർമ്മങ്ങളെ ചെയ്യാവൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞോടെ. എന്തൊക്കെയാ അവിടെ പ്രധാനമായി പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കണം, അതുപോലെ ഭഗവത് ഭക്തി ഉണ്ടാവണം, ആഹാരം നല്ല രീതിയിൽ എല്ലാവർക്കും വിഭജിച്ചു കൊടുക്കണം, ഭഗവത് പാദങ്ങൾ ഉറച്ച മനസ്സുണ്ടാവണം. ഈ ശരീരം എന്ന് പറഞ്ഞാൽ അനിത്യമാണ്, എല്ലാ കാലത്തൊന്നും ഉണ്ടാവില്ല. ഉള്ള കാലം നല്ല രീതിയിൽ വൈദിക അനുഷ്ഠാനങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവന് ഈ ശരീരത്തിൽ ഇരുന്നും കൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും. മനസ്സിനെ ശാന്തമാക്കി യോഗമാർഗത്തെ അവലംബിച്ച് മനസ്സിനെ ശാന്തമാക്കി മനസ്സിനെ ഈശ്വര സ്വരൂപത്തിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യൂ? ധർമാചരണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ധർമ്മം കൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ ആ മൂല്യങ്ങൾ, സത്യം, അഹിംസ, കരുണ, ദയ തുടങ്ങിയ മൂല്യങ്ങളുണ്ടല്ലോ, ഈ മൂല്യങ്ങളുടെ സമാഹാരത്തിനാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ഇത്തരം മൂല്യങ്ങളെ ഉൾക്കൊണ്ടും കൊണ്ട് ജീവിച്ച്, അതാണ് ധാർമ്മിക ജീവിതം. ധാർമ്മിക ജീവിതത്തിലൂടെ മനസ്സിനെ ശുദ്ധമാക്കാനും അതിലൂടെ യോഗബുദ്ധി നേടിയെടുക്കാനും അങ്ങനെ യോഗത്തിലൂടെ ആത്മസ്വരൂപത്തിലേക്ക് എത്താനും സാധിക്കുന്നു. അപ്പം ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ്? ധർമ്മമാണ്. ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, ധർമ്മബ്രഹ്മണി വേദൈക വേത്തി. ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ പോകുന്നവർക്കാണ് സത്യത്തെ സാക്ഷാത്കരിക്കാൻ, സത്യത്തെ അറിയാൻ സാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഇതൊക്കെയാണ് പൃഥു പറഞ്ഞതിന്റെ താല്പര്യം. അങ്ങനെ പൃഥുവിന്റെ ഉപദേശം അതിഗംഭീരമായി ലോകത്തിന് മുഴുവൻ പ്രയോജനപ്രദമാകുന്ന ആശയങ്ങളാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ഇതൊക്കെയാണ് ഒരു രാജാവ് ചെയ്യേണ്ടത്. ഒരു ഭരണാധികാരി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ കാണിച്ചു തരുന്നത്. ഒരു ഭരണാധികാരി എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം. അപ്പം അദ്ദേഹം ധർമ്മത്തിന്റെ മാർഗത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാതെ തൻ്റെ ജനങ്ങളെ മുഴുവൻ ധർമ്മ വിഷയങ്ങളിലേക്ക് ഉത്ബുദ്ധരാക്കാനായിട്ടാണ് ശ്രമിച്ചത്. ഇന്നിപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും ആർക്കും ഇല്ല. ഖജനാവിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാവണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഏത് വഴിക്ക് പോയാലും യാതൊരു കുഴപ്പമില്ല, ഏത് ദുർമാർഗങ്ങളിലൂടെ പോയാലും കുഴപ്പമൊന്നുമില്ല, ഖജനാവിൽ പണം നിറയണം. ആ ഒരു ചിന്ത അത് ഇന്നത്തെ ഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നതാണ്. നേരെ മറിച്ച് ത്യാഗത്തിന് ഊന്നൽ കൊടുക്കുന്ന ഭാരതീയ സംസ്കാരം ഒരിക്കലും ഇങ്ങനെയല്ല. രാജാവിന് പോലും എന്തുണ്ട്? പരിമിതികളുണ്ട്. രാജാവിന് പരിമിതി ഉണ്ടെന്ന് മനസ്സിലായല്ലോ, വേനന്റെ കഥയിലൂടെ മനസ്സിലായല്ലോ. വേനൻ ധർമ്മം വിട്ടുകളിച്ച സമയത്ത് മുനിമാരെന്നെ എന്ത് ചെയ്തു?
വേനനെ ഇല്ലാതെയാക്കി. അപ്പം ധർമ്മത്തിൽ ഇരുന്നും കൊണ്ട് മാത്രമേ രാജാക്കന്മാർക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇപ്പം ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു രാജാക്കന്മാരൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ജനങ്ങളെ സന്തോഷിപ്പിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം തന്നെ. രാജാവ് ഉണ്ടായതിനെന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളെ നീതി വിശാരദന്മാരാക്കി, നീതിബോധത്തോടു കൂടിയവരാക്കി, ജനങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നയിക്കുക, നല്ലതിലേക്ക് നയിക്കുക. അതിനാണ് രാജാവ് ഉണ്ടായത് എന്നാണ് സംസ്കൃത സാഹിത്യത്തിലൊക്കെ കാണാൻ സാധിക്കും. പ്രവർത്തതാം പ്രകൃതിഹിതായ പാർത്ഥിവ, ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് പാർത്ഥിവൻ പ്രവർത്തിക്കേണ്ടത് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു മാതൃകാ രാജാവിനെയാണ് പൃഥുവിന്റെ കഥയിലൂടെ കാണിച്ചു തരുന്നത്. പൃഥുവിനെ അനുസരിച്ചും കൊണ്ടാണ് ശ്രീരാമനും അതുപോലെ പിൽക്കാലത്ത് വന്ന പ്രസിദ്ധരായ രാജാക്കന്മാരൊക്കെ ഈ ഭൂമിയെ മാന്യമായി ഭരിച്ചത് പൃഥുവിനനുസരിച്ചും കൊണ്ടാണ്. പൃഥുവാണ് ആദ്യത്തെ രാജാവ്. അദ്ദേഹം തെളിച്ച വഴിയിലൂടെയാണ് ജനകനും ശ്രീരാമനും ഒക്കെ പ്രവർത്തിച്ചത്. അദ്ദേഹമാണ് ആദ്യം തന്നെ യഥാർത്ഥ സംഘം ഇല്ലാതെ കർമ്മം ചെയ്യുക എന്ന ആ ആശയത്തെ ലോകത്തിന് ആദ്യം തന്നെ കാണിച്ചു കൊടുത്തത് പൃഥ്വിരാജാവാണ്. അതാണ് പൃഥുവിന്റെ മഹത്വം. പറയുന്നുണ്ട് പൃഥു എങ്ങനെയായിരുന്നു പൃഥുവിന്റെ സമ്പ്രദായം എന്ന് പറയുന്നുണ്ട്. ഗൃഹേഷു വർത്തമാനോപി സാമ്രാജ്യശ്രിയന്യുത നാസജ്ജതേന്ദ്രിയാർത്ഥേഷു നിരഹം മതിരർക്കവത്. അദ്ദേഹം ഗൃഹത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും സാമ്രാജ്യശ്രിയാന്യുത, സാമ്രാജ്യത്തിന്റെ അധിപനൊക്കെ ആണെങ്കിൽ പോലും അതിലൊന്നും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? സംഘം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കർമ്മം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും കുഴപ്പമൊന്നുമില്ല. കർമ്മഫലത്തിൽ ഒട്ടലില്ലാതിരിക്കണം എന്നേ ഉള്ളൂ. അതാണ് പൃഥുവിന്റെ സവിശേഷത. അധ്യാത്മശിക്ഷയാ, ആധ്യാത്മികമായ ആ ഉറച്ച ബുദ്ധി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അധ്യാത്മയോഗ മാർഗത്തിൽ അദ്ദേഹം ഉറച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കർമ്മവും അദ്ദേഹം ചെയ്തു, പക്ഷെ ഒന്നിലും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? സംഘം ഉണ്ടായിരുന്നില്ല. ജനകനെ പോലെയായിരുന്നു. ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ എന്ന് പറയുന്നുണ്ടല്ലോ. കർമ്മത്തിലൂടെ തന്നെ സിദ്ധിയെ പ്രാപിക്കാൻ സാധിക്കും. ജനകനൊക്കെ അങ്ങനെ സാധിച്ചിട്ടുണ്ട്. കർമ്മം വേണ്ടതുപോലെ ചെയ്യുക, തന്നിലേക്ക് വരുന്ന കർത്തവ്യ കർമ്മങ്ങളെ വേണ്ടതുപോലെ ചെയ്യുക, കുശലതയോടുകൂടി ചെയ്യുക. ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അതെന്തായാലും കുഴപ്പമൊന്നുമില്ല. അത് തനിക്ക് അനുകൂലമായാലും വിപരീതമായാലും അവയാലൊന്നും ആസക്തനാവാതെ അനാസക്തനായിരുന്നും കൊണ്ട് അവനവനിലേക്ക് വരുന്ന കർത്തവ്യ കർമ്മങ്ങളെ നിർവഹിക്കുക. അങ്ങനെ കർമ്മം ചെയ്തും കൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിസ്സംഗതയോടെ കർമ്മം ചെയ്യുന്നവർക്ക് മുക്തിയിലേക്ക് എത്താൻ സാധിക്കും. ഇതിനാണ് കർമ്മയോഗം എന്ന് പറയുക. ഭരണാധികാരികളൊക്കെ അധികവും ആരായിരുന്നു? കർമ്മയോഗികളായിരുന്നു. അപ്പൊ ആ കർമ്മയോഗത്തിന്റെ മാർഗത്തെയാണ് പൃഥു തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നത്. ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവയിലൊന്നും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? ഒട്ടല് ലവലേശം ഉണ്ടായിരുന്നില്ല. ധാർമ്മികമായിട്ടായിരുന്നു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. നല്ല രാഷ്ട്രഭരണം, രാഷ്ട്രത്തിന്റെ വികസനം ഇതൊക്കെ പൃഥു ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയാ രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്ക് പറ്റുന്ന ധാരാളം മന്ത്രങ്ങളും സൂക്തങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഒന്നും ചെയ്യാതിരിക്കലല്ല, ഒക്കെ ചെയ്യുക. അവയാലൊന്നും ഒട്ടലില്ലാതെ കർത്തവ്യ കർമ്മങ്ങളെ ചെയ്യുക. ഇതാണ് വൈദിക സംസ്കാരം സാധാരണ ജനങ്ങളോട് പറയുന്നത്. ഒന്നും ചെയ്യാതിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അത് എന്തായി മാറും? കർമ്മവിമുഖനായി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല. അകർമ്മണ്യത അത് സമാജത്തിനെ ദുർബലപ്പെടുത്തുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ വൈദിക മന്ത്രങ്ങളിലൊക്കെ കാണാം, ആ ബ്രഹ്മൻ ബ്രഹ്മണോ ബ്രഹ്മവർച്ചസ്വീ ജായതാം. എൻ്റെ രാഷ്ട്രത്തിൽ ബ്രഹ്മവർച്ചസ്വികളായ ബ്രാഹ്മണര് ധാരാളം ഉണ്ടാവട്ടെ. സത്യധർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ബ്രാഹ്മണര് ധാരാളം ഉണ്ടാവട്ടെ. ആ രാഷ്ട്രേ രാജന്യ ശൂരോ ഇഷവ്യോ അതിവ്യാധി മഹാരഥോ ജായതാം. എൻ്റെ രാഷ്ട്രത്തിൽ ശൂരന്മാരും ആയുധ വിദ്യയിൽ നിപുണന്മാരും മഹാരഥന്മാരുമായ ക്ഷത്രിയന്മാരുണ്ടാവട്ടെ. ദോഗ്ധ്രീധേനുർവോഠ അനഡ്വാനാശു സപ്തി പുരന്ധിർയോഷ ജിഷ്ണുരഥേഷ്ഠാം സഭേയോ യുവാനസ്യ യജമാനസ്യ വീരോജായതാം. യജുർവേദം അവസാനിക്കുന്ന സമയത്ത് പറയും, നല്ല പശു ഉണ്ടാവട്ടെ, ധാരാളം പാല് തരുന്ന പശുക്കൾ ഉണ്ടാവട്ടെ. അതുപോലെ ആശുസപ്തി പുരന്ധിർയോഷ, നല്ല പുരങ്ങൾക്കൊക്കെ കാവൽ നിൽക്കാൻ സാധിക്കുന്ന സൈനിക സമ്പത്തിൽ സൈനിക വിഷയങ്ങളിലൊക്കെ നല്ല അവഗാഹമുള്ള വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ കാവൽ നിൽക്കാൻ കഴിവുള്ള നല്ല സ്ത്രീകൾ ഉണ്ടാവട്ടെ.
വൈദിക സംസ്കാരം ഒരിക്കലും സ്ത്രീകളെ അബലകളായിട്ട് പറയുന്നില്ല. വേദത്തിൽ അങ്ങനെ കാണാൻ കഴിയില്ല. രാജ്ഞിമാരും പുരന്ത്രികളും ബ്രഹ്മവാദിനികളുമായ സ്ത്രീകളെയാണ് വൈദിക സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനം വേദം നൽകുന്നുണ്ട്. അതാണ് ആശു സത്യപുരന്ധിർയോഷ എന്ന് പറഞ്ഞത്. സമൃദ്ധമായ പുരങ്ങളെയൊക്കെ കാവൽ നിൽക്കാൻ മാത്രം ശക്തിയുള്ള അത്ര പുരന്ത്രികളായ സ്ത്രീകൾ ഉണ്ടാവട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള ആ മഹത്തായ ധർമ്മത്തെ, രാഷ്ട്രധർമ്മത്തെയാണ് പൃഥു നിസ്സംഗനായും കൊണ്ട്, ഒന്നിലും സംഘം ചെയ്യാതെ നിസ്സംഗതയോടുകൂടി നടപ്പിലാക്കിയത്. ഈ ധർമ്മം ഉണ്ടാവണം, എല്ലാ അഭിവൃദ്ധി ഉണ്ടാവണം. പക്ഷെ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എൻ്റെ കഴിവാണ് ഇതിലൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള അഭിമാനമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ അനാസക്തി യോഗി എന്ന് വേണേൽ പറയാം. അനാസക്തി യോഗത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള പൃഥുവിനെ കാണാനായി പ്രധാനപ്പെട്ട സനകാദി മഹർഷിമാര് അവര് വന്നു എന്ന് പറയാണ്. അതാണ് അവരുമായുള്ള സംഭാഷണം. അതാണ് നമുക്ക് ഇനി വർണ്ണിക്കാനുള്ളത്. അങ്ങനെ വളരെ ഭംഗിയായി തൻ്റെ പ്രജകൾക്ക് തത്വങ്ങളെക്കുറിച്ചൊക്കെ ഉപദേശിച്ചു കൊടുത്ത ആ പൃഥുവിനെ കാണാനായി സനകാദി മഹർഷിമാര് എത്തിച്ചേരുകയാണ്. അതാണ് 22-ാമത്തെ അധ്യായത്തിലെ പ്രധാന വിഷയം. ജനേഷു പ്രകൃണസേവം പൃഥും പൃഥുല വിക്രമ തത്രോപജഗ്മുർമുനയശ്ചത്വാര സൂര്യവർച്ചസ. വളരെ പ്രധാനപ്പെട്ട ആ 4 മുനിമാര് സൂര്യനെ പോലെ പ്രകാശത്തോടുകൂടി സൂര്യവർച്ചസ്സുക്കളായ ആ 4 മുനിമാര് അങ്ങോട്ട് കടന്നു വന്നു. അവരെ പൃഥു മഹാരാജാവ് വളരെ ഭംഗിയായി സ്വീകരിച്ചു. അവർക്ക് ഇരിക്കാനായ സ്ഥാനങ്ങളൊക്കെ കൊടുത്തു. തത്പാദശൗചസലിലയർമാർജിതാളകബന്ധന തത്ര ശീലവതാമൃത്തം ആചരൻ മാനയന്നിവ. അവരിയ്ക്കുന്ന സമയത്ത് അവരുടെ പാദങ്ങളെ പൃഥു തന്നെ എന്ത് ചെയ്തു? ജലം കൊണ്ട് ക്ഷാളനം ചെയ്തു. ആ പാദതീർത്ഥങ്ങളെ തൻ്റെ ശിരസിൽ ധരിച്ചു. എങ്ങനെയാണോ ഒരു വ്യക്തി തൻ്റെ ഗൃഹത്തിലേക്ക് വന്നാൽ പെരുമാറേണ്ടത്, ആ സമ്പ്രദായത്തിനനുസരിച്ച് തന്നെ പൃഥു അവരെ സ്വീകരിച്ചു. ഹാടകാസനാസീനാൻ സ്വധിഷ്ണേ ശിവപാവകാൻ. നല്ല സ്ഥലത്ത് സ്വർണപീഠത്തിൽ കൊണ്ടുപോയിട്ടിരുത്തി വേണ്ട തരത്തിൽ അവരെ സൽക്കരിച്ചു, വേണ്ടതുപോലെ സൽക്കരിച്ചു. അങ്ങനെ അവരോടായിട്ട് പൃഥു മനുഷ്യന് പരമമായ ക്ഷേമം ഏത് പ്രകാരത്തിലാണ് നേടാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഏത് പ്രകാരത്തിൽ പോയാൽ മനുഷ്യന് ആത്യന്തികമായ ക്ഷേമത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും, ആയതിനെ പറഞ്ഞു തന്നാലും എന്ന് പൃഥു പറയുകയാണ്. ആ പൃഥു അവരുമായി സംസാരിക്കുന്നത് തന്നെ വളരെ ഗംഭീരമായിട്ടാണ്. എന്തൊക്കെയാ പറഞ്ഞത്? അഹോ ആചരിതം കിമ്മേ മംഗളം മംഗളായന യസ്യബോ ദർശനം ഹ്യാസീൽ ദുർദർശാനാം ച യോഗിഭി. മംഗളായന, മംഗളങ്ങളുടെ സ്ഥാനഭൂതന്മാരെ, മംഗളസ്വരൂപികളെ, ഞാൻ എന്തൊരു സൽക്കർമ്മം ആചരിക്കപ്പെട്ടു, ഞാൻ എന്തോ സൽക്കർമ്മം ആചരിച്ചത് കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ കാണാനായി സാധിച്ചത്. നിങ്ങളെപ്പോലുള്ളവരൊന്നും വന്നില്ലെങ്കിൽ എൻ്റെ ഗൃഹം ഒന്നും ഒരു ഗൃഹം എന്ന് പറയാൻ കഴിയില്ല. മഹാത്മാക്കൾ കയറി വരാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് പോലും പറയാൻ കഴിയില്ല. വ്യാളാലയദ്രുമാവൈതേപ്യരിക്താഖില സമ്പദ യദ്ഗൃഹാസ്തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഃ. യദ്ഗൃഹ, ആ ഗൃഹങ്ങളിലേക്ക് തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഃ, തീർത്ഥപാദീയരുടെ, തീർത്ഥപാദന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു സമ്പ്രദായമില്ലയോ? അങ്ങനെയുള്ള ഗൃഹം എന്നൊക്കെ പറഞ്ഞാൽ അതേതുപോലെയാണ്? വ്യാളാലയദ്രുമാഹ, കുറേ സമ്പത്തൊക്കെ ഉള്ളതാണെങ്കിലും സർപ്പങ്ങൾക്കിരിപ്പിടമായ വൃക്ഷങ്ങൾ പോലെയായി മാറും എന്നർത്ഥം. മഹാത്മാക്കളുടെ പാദക്ഷാളനം ചെയ്ത തീർത്ഥങ്ങളുടെ സ്പർശനം ലഭിക്കാതിരിക്കുന്നവരുടെ ഗൃഹങ്ങളിൽ സർവസമ്പത്തുകൾ ഉണ്ടായാലും സർപ്പങ്ങളുടെ വാസസ്ഥാനങ്ങളായ വൃക്ഷത്തെ പോലെ ഭയങ്കരങ്ങളായി തീരും എന്ന് പറയാൻ. അത്ര കേമായിട്ടാണ് ആ പൃഥു ഇവരെ സ്വീകരിക്കുന്നത്.
സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠ യദ്വ്രതാനി മുമുക്ഷവ ചരന്തി ശ്രദ്ധയാ ധീര ബാല ഏവ ബൃഹന്തി വൈ. അയ്യോ ബ്രാഹ്മണോത്തമന്മാരെ, നിങ്ങൾക്ക് സ്വാഗതം, ഇങ്ങോട്ട് വരൂ, കയറി വരൂ. ശ്രദ്ധയാ വ്രതാനി, വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നവരായ നിങ്ങൾക്കൊക്കെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏത് മാർഗത്തിലൂടെ പോയാലാണോ പരമപദത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുക, അതാണ് ചോദിച്ചത്. സമ്പൃച്ഛേ ഭവ ഏതസ്മിൻ ക്ഷേമക്കേനാഞ്ജസാ ഭവേത്. വളരെ പ്രയാസമൊന്നും കൂടാതെ ക്ഷേമം, ക്ഷേമം എന്ന് പറഞ്ഞാൽ ക്ഷേമം തന്നെ, കേന ഭവേത് എങ്ങനെ സംഭവിക്കും, ഏത് മാർഗത്തിലൂടെ പോയാൽ വളരെ വേഗത്തിൽ ക്ഷേമം നേടാനായി സാധിക്കും, ആയതിനെ ഉപദേശിച്ചു തന്നാലും. ഇങ്ങനെ പറഞ്ഞ സമയത്ത് സനൽകുമാരൻ മറുപടി പറഞ്ഞു. ആദ്യം ഈ പൃഥുവുമായി സംസർഗം ചെയ്യാൻ സാധിച്ചതിൽ തങ്ങൾക്കും സന്തോഷമുണ്ട് എന്ന് പറയാൻ സനൽകുമാരൻ. സംഗമഖലു സാധൂനാമുഭയേഷാം ച സമ്മത യൽ സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോതിശം. സാധുക്കളുടെ ചേർച്ച രണ്ടു പേർക്കും സമ്മതം തന്നെയാണ്. യത് സംഭാഷണ സംപ്രശ്ന, ഈ സജ്ജനങ്ങളുടെ സംഭാഷണം, ചോദ്യം, അത് എന്താവുന്നു, ശം വിതനോതി, എല്ലാവർക്കും മംഗളത്തെ നൽകുന്നു, എല്ലാ പ്രകാരത്തിലുള്ളവർക്കും സന്തോഷത്തെ നൽകുന്നു. ഇതൊക്കെയാണ് ആര് പറഞ്ഞത്? സനൽകുമാരൻ മറുപടിയായിട്ട് പറഞ്ഞത്. ഇതെന്തൊക്കെയാ പറയുന്നത്? അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാഭിധുനോതി നൈഷ്ഠികി കാമം കഷായം മലമന്തരാത്മന. അല്ലയോ രാജൻ, അങ്ങേക്ക് മധുദ്വിഷ, വിഷ്ണുവിൻ്റെ പാദാരവിന്ദസ്യ, ഭഗവാന്റെ പാദങ്ങളെ നന്നായി വിചാരം ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആത്യന്തിക ക്ഷേമത്തിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഭഗവത് പാദ ഭജനം തന്നെയാണ്. ഭഗവാന്റെ പാദങ്ങൾ ആശ്രയിക്കുക, ആ ഭഗവത് പാദങ്ങളിൽ അനന്യമായ രതി ഉണ്ടാവുക, ഭക്തി ഉണ്ടാവുക. ആ ഒരു ഭക്തി അന്തരാത്മനഃ, അന്ധക്കരണത്തിൻ്റെ ദോഷങ്ങളെ നീക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഭഗവത് പാദങ്ങളിലുള്ള ഭക്തി. ഇതാണ് ഇവിടെ പറഞ്ഞത്. ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്വിമൃശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതി ബ്രഹ്മണി നിർഗുണേ ചയാ. മനുഷ്യർക്ക് സംസാരത്തിൽ നിന്ന് ക്ഷേമം ലഭിക്കാനുള്ള മാർഗം എന്താ ചോദിച്ചാൽ, ശാസ്ത്രങ്ങളിൽ പ്രധാനമായും കുറേ സാധനങ്ങളെ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി 2 സാധനങ്ങളാണ്. ഒന്ന് എന്താ പ്രധാനം? ആത്മാവിനെ ഒഴിച്ച് മറ്റ് വിഷയങ്ങളിലൊന്നും തന്നെ, അന്യങ്ങളായ വിഷയങ്ങളിലൊന്നും സംഘമില്ലാതിരിക്കുക. രണ്ടാമത് എന്താണ്? സർവത്ര വ്യാപിച്ചിരിക്കുന്ന സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മസ്വരൂപത്തിൽ ഉറച്ചതായ ആ സ്നേഹം ഉണ്ടാവുക. ഇത് രണ്ടും എന്താണ്? മോക്ഷത്തിലേക്കുള്ള സാധനങ്ങളാണ്, സാധ്യമായ മോക്ഷത്തിലേക്ക് എത്താനുള്ള സാധനങ്ങളാണ്, വഴികളാണ് എന്ന് പറയുന്നു. ഒന്ന്, അന്യങ്ങളായ വിഷയങ്ങളിൽ സംഘമില്ലാതിരിക്കുക, ഭഗവാനിൽ ഉറപ്പുണ്ടാവുക, അതാണ് ജ്ഞാനം. ഭഗവാനിൽ ഉറച്ച സ്നേഹം ഉണ്ടാവുക, അതാണ് ജ്ഞാനം അഥവാ ഭക്തി. ഭക്തിയും ജ്ഞാനവും ഒക്കെ ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. രണ്ടും വേറെ വേറെയൊന്നല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ അനാത്മ വസ്തുക്കളോടൊന്നും താല്പര്യമില്ലാതിരിക്കുക, അതാണ് വൈരാഗ്യം. ജ്ഞാന വൈരാഗ്യങ്ങളാണ് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി. അതാണ് ഇവിടെ പറഞ്ഞത്. സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാ ച. ഇവിടെ പറഞ്ഞ ഈ ജ്ഞാനവും വൈരാഗ്യവും എങ്ങനെയാണ് നേടാൻ സാധിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ, തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ശാസ്ത്രവും ആചാര്യനും പറയുന്നതിൽ വിശ്വാസം ഉണ്ടായിരിക്കുക, അതിനാണ് ശ്രദ്ധ എന്ന് പറയുക. ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ഗുരു വേദാന്തവാക്യേഷു സത്യബുദ്ധ്യവധാരണം സാ ശ്രദ്ധ. ഗുരുനാഥനിലും
വേദാന്തവാക്യങ്ങളിലും സത്യബുദ്ധി അവതാരണം, സത്യത്വ ബുദ്ധി ഉണ്ടാവുക, ഇതിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുക. പിന്നെന്താ വേണ്ടത്? ഭഗവത് ധർമ്മചര്യയാ, അവരവർക്ക് നിശ്ചയിച്ച ധർമ്മങ്ങളെ ഭഗവാന്റെ ആരാധനാരൂപമായി അനുഷ്ഠിക്കുന്നത് കൊണ്ടും ഈ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവും. സാധനാരൂപമായിരിക്കുന്ന ഭജനാദികളെ നടത്തേണ്ടതായ സാധനാരൂപമായി ചെയ്യുക, ഭജന തുടങ്ങിയതൊക്കെ വേണ്ടതുപോലെ ചെയ്യുക. പിന്നെന്താണ്? യമം നിയമം തുടങ്ങിയ മാർഗങ്ങളെ അഭ്യസിക്കുക. ഇതൊക്കെ കപിലോപദേശത്തിലൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് യമം, എന്താണ് നിയമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏകാദശ സ്കന്ധത്തിലും കൂടുതൽ വിസ്തരിക്കുന്നുണ്ട്. അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം, ശ്രദ്ധ, ഈശ്വരപ്രണിധാനം, ശൗചം, ഇതൊക്കെയാണ് യമനിയമങ്ങൾ. ഈ യമനിയമങ്ങളൊക്കെ വേണ്ടതുപോലെ അനുഷ്ഠിക്കുന്നതിലൂടെ ജ്ഞാനവൈരാഗ്യം, അതാണ് അന്തരംഗ സാധന. ആദ്യം പറഞ്ഞല്ലോ, അതാണ് ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി എന്ന് പറഞ്ഞല്ലോ. ആ ജ്ഞാനവൈരാഗ്യം നമ്മളിൽ ഉണ്ടാവാൻ സഹായിക്കുന്നു. പിന്നെന്താ വേണ്ടത്? പരിശുദ്ധമായ പുണ്യശ്രവ കഥയാ പുണ്യയാച, ഭഗവാന്റെ ശുദ്ധമായ ആ കഥകൾ കേൾക്കുന്നതിലൂടെ. അതല്ലേ എത്രയോ വരികളിൽ എഴുത്തച്ഛനൊക്കെ പറയുന്നുണ്ടല്ലോ, അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരൂമെന്നു നിർണയം. ഭഗവാന്റെ കഥ കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവും. ആ ഭക്തി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി തീർക്കും, മനസ്സിൻ്റെ ദോഷങ്ങളൊക്കെ നീങ്ങും. അതുകൊണ്ടാണല്ലോ കഥയമമ കഥകൾ അതിസാദരം, കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാ. വീണ്ടും വീണ്ടും ഭഗവാന്റെ കഥകൾ പറയൂ എന്ന് പറയാൻ കാരണം, കഥകൾ കേൾക്കുന്നതിലൂടെ ഭഗവത് ചിന്ത നമ്മളിൽ ദൃഢീകരിക്കും. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയാ തത്സമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേ ഗുണപീയൂഷപാനാത്. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയാ, പിന്നെന്താ പറഞ്ഞത്? ഇന്ദ്രിയാരാമന്മാരുടെ സഹവാസത്തിൽ താല്പര്യമില്ലാതിരിക്കുക. വെറും ലൗകികമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നടക്കുന്ന ആളുകളോട് സംഘം ചെയ്യാതിരിക്കുക, ഇതൊരു പ്രധാനമാണ്. അതുപോലെ പണത്തില് ധനാശ, കുറച്ച് ധനാശ എല്ലാവരിലും ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നത്. വെറും എന്താ പറയേണ്ടത്? അതിൻ്റെ മുകളിൽ വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിക്കുക, അത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവരോടൊന്നും സഹവാസം ചെയ്യാതിരിക്കുക. എന്താ പറഞ്ഞത്? ഹരേഹെ ഗുണപീയൂഷപാനാത്, ഭഗവാന്റെ ഗുണങ്ങളാകുന്ന ആ അമൃതിൻ്റെ പാനം കൊണ്ടും, ഭഗവാന്റെ ഗുണങ്ങളെ നന്നായി പാനം ചെയ്യുന്നതിലൂടെയും. പിന്നെന്താണ്? വിവിക്തരുചിയ എന്ന് പറഞ്ഞ അർത്ഥം ഏകാന്ത സ്ഥാനത്തിരിക്കുക, നല്ലൊരു സ്ഥലത്ത് ഉറച്ചിരിക്കുക, ഭഗവത് ഭക്തി ഉണ്ടാവുക, ഭഗവത് കഥാശ്രവണം, യമനിയമാദി സാധനകൾ, ഇതിലൂടെയൊക്കെ ഭഗവത് പദത്തിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ ജ്ഞാനവും വൈരാഗ്യവും ദൃഢമാവുന്നതിന് സഹായിക്കും. പിന്നെ പറയാണ്, അഹിംസയാ പാരമഹംസിചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്ര്യസേധുന യമൈരകാമൈഃ നിയമൈശ്ചാപ്യനിന്ദയാ തിതിഗ്നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച. ഹിംസയെ ഉപേക്ഷിക്കുന്നത് കൊണ്ടും, പാരമഹംസചര്യയാ പരമഹംസന്മാരുടെ സമ്പ്രദായത്തെ അനുശീലിക്കുന്നതിലൂടെയും. എന്താ പറഞ്ഞത്? പ്രാണിഹിംസ ഇല്ലാതിരിക്കുക, മുനിചര്യയെ അനുഷ്ഠിക്കുക. പരമഹംസന്മാരുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ മുനിചര്യ, ആ ഒരു ജീവിതം കൊണ്ടും. മുകുന്ദാചരിതാഗ്ര്യസേധുന, മുകുന്ദന്റെ ശ്രീകൃഷ്ണന്റെ ആ ശ്രേഷ്ഠമായ സ്മരണ കൊണ്ടും. ശ്രീകൃഷ്ണൻ എന്ന് വിചാരിക്കേണ്ട, വിഷ്ണുവെന്നോ ഈശ്വരൻ എടുത്താൽ മതി. ഈശ്വരന്റെ ആചരണങ്ങളെക്കുറിച്ചും ഈശ്വരന്റെ മഹിമയെക്കുറിച്ചുമുള്ള നിരന്തരമായ സ്മരണം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ മഹിമയാണ് എന്ന ആ വിചാരം നമ്മളിൽ ഉണ്ടാവുന്നതിലൂടെ. യമങ്ങളിലൂടെ, യമനിയമങ്ങൾ, അത് നേരത്തെ പറഞ്ഞ വിഷയത്തെ ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്. യമത്തിലൂടെയും നിയമത്തിലൂടെയും. അഹിംസ, സത്യം, ഇതൊക്കെ തന്നെയാണ് യമനിയമങ്ങളായി പറയുന്നത്. തീർത്ഥാടനം,
ആചാര്യസേവനം, ഇതൊക്കെ യമനിയമങ്ങളുടെ ഭാഗമാണ്. എന്താ പറഞ്ഞത്? നിരീഹയ, കർമ്മങ്ങളെ വർജിക്കുന്നത് കൊണ്ടും. കർമ്മങ്ങളെ വർജിക്കുക എന്ന് പറഞ്ഞാൽ അവനവനിൽ വരുന്ന ഉത്തരവാദിത്വങ്ങളെ ഉപേക്ഷിക്കുക എന്നാണോ അർത്ഥം? അങ്ങനെയല്ല. കർമ്മങ്ങളൊന്നും ചെയ്യാതെ വെറുതെ എങ്ങനെ ഇരിക്കുക, അങ്ങനെയാണോ? അല്ല. കർമ്മം ഞാൻ ചെയ്യുന്നു, അതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള വിചാരമില്ലാതെ ഫലാകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യുക. അതും എന്താണ്? കർമ്മം ചെയ്യാതിരിക്കൽ തന്നെയാണ്. കർമ്മയോഗി ചെയ്യുന്ന കർമ്മവും എന്താണ്? ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്നുള്ള തലത്തിൽ തന്നെ എത്തും. വെറുതെ എങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല. ലോകത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, പക്ഷെ അതിലൊന്നും ഒട്ടലില്ല. അങ്ങനെ കർമ്മം ചെയ്യുന്നത് എന്താണ്? കർമ്മയോഗമാണ്. അതും കർമ്മങ്ങളെ വർജിക്കുക എന്നുള്ള സമ്പ്രദായത്തിന് തുല്യം തന്നെയാണ്. പിന്നെന്താ പറഞ്ഞത്? ഹരേർമുഹുസ്തൽപരകർണപൂര ഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്തിയാ ഹ്യസംഗസദസത്യലാത്മനി സ്യാൽ നിർഗുണേ ബ്രഹ്മണി ചാഞ്ചസാരതി. പിന്നെ പറയാണ് തൽപരകർണപൂര ഗുണാഭിധാനേന, ഭഗവത് ഭക്തന്മാരുടെ കർണാലങ്കാരങ്ങളാകുന്ന, ഭഗവത് ഭക്തന്മാരുടെ മനോഹരങ്ങളാകുന്ന അവതാര ചരിത്രങ്ങളെ കീർത്തിക്കുന്നതിൽ, അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ വേണ്ടതുപോലെ കീർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഹരിഭക്തി ഉണ്ടാവും. അപ്പോഴോ ഇവിടെ കാണുന്ന ആത്മാവല്ലാത്ത വസ്തുക്കളിൽ ഒട്ടലില്ലാതിരിക്കും, അതിനോടൊക്കെ വൈരാഗ്യം ഉണ്ടാവും. ഭഗവാനിൽ പരമരതിയും പ്രയാസം കൂടാതെ ഉണ്ടാവും. അഞ്ജസാരതി, വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനിൽ രതി ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയാണ്. പിന്നെ വളരെ കേമായുള്ള ഉപദേശമാണ്. ഈ കാണുന്നതൊക്കെ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. പക്ഷേ നമുക്കത് തോന്നുന്നില്ല. ഇവിടെ ഈശ്വരൻ തന്നെയാണ് നമുക്ക് തോന്നുന്നില്ല. അതെന്താ കാരണം? നമ്മുടെ മനസ്സിന്റെ അജ്ഞാനമാണ് കാരണം. അജ്ഞാനം കാരണം, അറിവില്ലായ്മ കാരണം തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ അല്പനാണ്, ഈ കാണുന്ന പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് ഭിന്നമാണ്, ഇങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. സത്യത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, ജ്ഞാനവൈരാഗ്യങ്ങളിലൂടെ മോക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ ജഗത്തായും ഞാനായും എല്ലാമായി നിൽക്കുന്നത് ഒരേ തത്വം തന്നെയാണ്, അവിടെ പലതില്ല എന്ന് ബോധ്യപ്പെടും. ഇതാണ് പിന്നെ പറയുന്നത്. ആ മോക്ഷത്തിലേക്ക് എത്തുകയാണ് ഏറ്റവും പ്രധാനം. തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തികതയേഷ്യതയേ. 4 പുരുഷാർത്ഥങ്ങളുണ്ട്. ഇത് 3 പുരുഷാർത്ഥങ്ങളുടെയും ഉദ്ദേശ്യം എന്താണ്? മോക്ഷത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. മറ്റ് 3 പുരുഷാർത്ഥങ്ങളും നിത്യങ്ങളല്ല, നാശം ഉള്ളതാണ്. നേരെ മറിച്ച് മുക്തിയാവട്ടെ നശിക്കാത്തതും എന്നും സൗഖ്യത്തെ നൽകുന്നതും സദാ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതുമാണ്. ആ മോക്ഷമാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. കേമായിട്ടുള്ള സ്തുതിയാണ്. തത്വം നരേന്ദ്ര ജഗതാമഥ തസ്ഥുഷാം ച ദേഹേന്ദ്രിയാസുധിഷണാത്മഭിരാവൃതാനാം യക്ഷേത്രവിത്തപതയാ ഹൃതി വിശ്വഗാവി പ്രത്യക്ഷകാസ്തി ഭഗവാംസ്തമവേഹി സോസ്മി. അതുകൊണ്ട് രാജൻ എന്താ വേണ്ടത്? എല്ലാ തരത്തിലും അനർത്ഥങ്ങൾ നൽകുന്നതായ ഈ ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ബുദ്ധി, ഈ വിഷയങ്ങളാൽ മൂടിക്കടക്കുന്ന വസ്തുക്കളെ മുഴുവൻ, ഇന്ദ്രിയങ്ങളെ, പ്രാണനെ, ബുദ്ധിയെ, അഹങ്കാരത്തെ, ഇവയെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് ശരിക്കും ആരാണ്? ഭഗവത് സ്വരൂപം തന്നെയാണ്. ആ ഭഗവത് സ്വരൂപം നമ്മളിൽ ഇപ്പോൾ പരിമിതിയോടുകൂടിയിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതോടുകൂടി, സാധനകളിലൂടെ മോക്ഷത്തിലേക്ക് എത്തുന്നതോടുകൂടി ഈ പരിമിതമായ ജീവാത്മഭാവം കൊഴിഞ്ഞ് ആ പരമാത്മസ്വരൂപത്തിൽ തന്നെ ഉറയ്ക്കാൻ കഴിയുന്നു. സഹ അസ്മി, അത് ഞാൻ തന്നെയാണ് എന്ന തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. അതും ഞാനും വേറെയല്ല, രണ്ടും ഒന്നാണ് എന്ന ബോധം നമ്മളിൽ ദൃഢീകരിക്കപ്പെടുന്നു. അതിനെയാണ് മോക്ഷം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നുണ്ടല്ലോ. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അർത്ഥം ഞാനും അതും ഒന്ന് തന്നെ. അഹം, ഞാൻ. അപ്പം ജീവാത്മാ എന്നുള്ള ഭാവത്തിലിരിക്കുന്ന ഞാനും ബ്രഹ്മവും, സർവവ്യാപകമായി നിൽക്കുന്ന ബ്രഹ്മവും ഒന്നാകുന്നു. ഇപ്പൊ രണ്ടുണ്ട് എന്നുള്ള തോന്നലാണുള്ളത്. ആ രണ്ടില്ല എന്ന് ബോധ്യപ്പെടും. തത്വത്തെ അറിയുന്നതോടുകൂടി രണ്ടില്ല എന്ന് മനസ്സിലാവും. ഇങ്ങനെ രണ്ടുണ്ട് തോന്നിപ്പിക്കുന്നത് എന്താണ്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യസ്മിന്നിദം സദസദാത്മതയാ വിഭാതി
മായാ വിവേക വിധുതി സ്രജിവാഹി ബുദ്ധി തം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വം പ്രത്യൂഢ കർമ്മകലില പ്രകൃതിം പ്രപദ്യേ. ഇവിടെ പലതുകൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് മായയാണ്. മായയ്ക്ക് ഉദാഹരണമായി പറയാണ് സ്രജിവാഹി ബുദ്ധി. സ്രക് എന്ന് പറഞ്ഞാൽ മാല. നമ്മളിങ്ങനെ രാത്രി പോകുമ്പോൾ മാല കാണും. മാല കണ്ടാൽ ചിലപ്പോൾ എന്ത് തോന്നും? പാമ്പാണ് എന്ന് തോന്നും. മാലയെ കാണുമ്പോൾ പാമ്പാണ് തെറ്റിദ്ധരിക്കും. എന്താ തെറ്റിദ്ധരിക്കാൻ കാരണം? അറിവില്ലായ്മ കൊണ്ടാണ്. അത് മാലയാണ് എന്നുള്ള ബോധം നമ്മളില്ലാത്തത് കൊണ്ടാണ്. ഒരാൾ വെളിച്ചമായിട്ട് വന്നു നോക്കിയാലോ മനസ്സിലാവും ഇവിടെ മാലയേ ഉള്ളൂ, പാമ്പില്ല എന്ന് ബോധ്യപ്പെടും. അതോടുകൂടി പാമ്പിനെ കണ്ടാൽ ഉണ്ടാവുന്ന പരിഭ്രമൊക്കെ അസ്തമിക്കും. ഇതുപോലെയാണ് ശരിക്കും ഇവിടെ എന്തേ ഉള്ളൂ? ഈശ്വരൻ അഥവാ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പുരുഷ ഏവേദം സർവം എന്ന് കാണാം വേദത്തിൽ. സർവവും ആരാണ്? പരമാത്മാവാകുന്നു, ഈശ്വരനാകുന്നു. ഈ കാണുന്ന നക്ഷത്രങ്ങളും ഈ കാണുന്ന സൂര്യനും നമ്മൾ അധിവസിക്കുന്ന ഭൂമിയും ഭൂമിയിലുള്ള നമ്മളും നമ്മുടെ മുമ്പിൽ കാണുന്ന മറ്റ് മനുഷ്യന്മാരും മറ്റ് ജന്തുക്കളും സസ്യങ്ങളും ഇതൊക്കെ എന്താണ്? ബ്രഹ്മം തന്നെയാണ്. പല നാമരൂപങ്ങളായി കാണുന്ന ഈ വിശ്വപ്രപഞ്ചം ആത്യന്തികമായി, ദൃശ്യപ്രപഞ്ചം ആത്യന്തികമായി പറഞ്ഞാൽ പരമാത്മസ്വരൂപമാണ്. പക്ഷെ നമുക്ക് തോന്നുന്നില്ല, വേറെ വേറെയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ വേറെയായി അനുഭവപ്പെടാൻ കാരണം അജ്ഞാനമാണ്. മാലയിൽ പാമ്പിനെ കാണുന്നത് പോലെ ബ്രഹ്മത്തിൽ നാമരൂപങ്ങളെ നമ്മൾ കാണുകയാണ്. നമ്മൾ വെച്ചാൽ ആരാണ്? മനസ്സോടും ബുദ്ധിയോടും ഇന്ദ്രിയങ്ങളോടും താതാത്മ്യപ്പെട്ടിരിക്കുന്ന ജീവാത്മാവ്. അതാണ് നമ്മൾ ഓരോരുത്തരും. അഥവാ ഈ ജീവാത്മാവും വാസ്തവത്തിൽ ആരാണ്? അജ്ഞാനിയായിട്ടിരിക്കുന്ന ജീവാത്മാവും ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെ ബദ്ധനായിട്ടിരിക്കുക നമ്മളിലൊക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അനാദിയായ മായ കാരണം നമ്മളിൽ പരിമിതിയോട് കൂടിയിട്ടിരിക്കുകയാണ് ആ ഈശ്വര ചൈതന്യം. അങ്ങനെ ഈ പലതായിട്ട് കണ്ട് ദുഃഖിക്കാനും സന്തോഷിക്കാനും, സന്തോഷം ഉണ്ടാകുമ്പോൾ ദുഃഖം ഉണ്ടാവും, ഇങ്ങനെ മാറി മാറി സുഖവും ദുഃഖവും വരുന്നതിനൊക്കെ കാരണമാവുന്നു. ഇതിനാണ് സംസാരം എന്ന് പറയുന്നത്. എന്നാൽ വിവേകത്തിലൂടെ വെളിച്ചടിച്ച് നോക്കിക്കഴിഞ്ഞപ്പം അവിടെ പാമ്പില്ല, മാലയേ ഉള്ളൂ എന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ ജ്ഞാനവൈരാഗ്യം, നേരത്തെ പറഞ്ഞു ജ്ഞാനവും വൈരാഗ്യവുമാണ് മോക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു. ആ ജ്ഞാനവൈരാഗ്യം നമ്മളിൽ ഉണ്ടാവാനുള്ള വഴിയാണ് അഹിംസ, സത്യം, പാരമഹംസചര്യ, ഭഗവത് കഥാശ്രവണം, ഹരേർമുഹുസ്തൽ പരകർണപൂര ഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്തിയ എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ വഴികളിലൂടെയൊക്കെ പോയാൽ നമ്മളിൽ ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം ഉണ്ടായാൽ ജ്ഞാനത്തിലൂടെ അജ്ഞാനമൊക്കെ നീങ്ങി, അജ്ഞാനത്തോടുകൂടി അസ്തമിച്ചു. വെളിച്ചം വരുമ്പോഴേക്കും പിന്നെ അവിടെ എന്തില്ല? അവിടെ പിന്നെ പാമ്പേ ഇല്ല. അവിടെ എന്തേ ഉള്ളൂ? കയറ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മാല മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഇതാണ് മാർഗം. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ ഇതേ ജീവൻ തന്നെ ആരായി മാറി? അജ്ഞാനത്തിൽ നിന്ന് ഉണർന്ന ജീവൻ, ജ്ഞാനം നീങ്ങിയ ജീവൻ ഈശ്വരൻ തന്നെയാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളിരിക്കുന്ന ഈ അവസ്ഥയിലിരിക്കുന്ന നമ്മൾ ഈശ്വരനാന്ന് പറയല്ല. ഈ പരിമിതി അസ്തമിക്കാനുള്ള വഴികളിലൂടെയൊക്കെ പോയി പരിമിതി അസ്തമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവനില്ല. ജീവൻ എന്താവുന്നു? ബ്രഹ്മം തന്നെയായി മാറുന്നു. ജീവതലം അസ്തമിക്കുന്നു, ജീവതലം അതോടുകൂടി നീങ്ങുന്നു. ഈ ജീവൻ തന്നെ എന്തായി മാറുന്നു? ഇപ്പോഴും ജീവൻ ബ്രഹ്മം തന്നെയാണ്, അബ്രഹ്മം ബ്രഹ്മാവല്ല, ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ബ്രഹ്മമാണ് താൻ എന്നുള്ള ആ ധാരണ ഇപ്പം ആരിലില്ല? ജീവനിലില്ല, നമ്മളിലില്ല. പാരമഹംസചര്യയിലൂടെയൊക്കെ പോയാൽ ഈ അവസ്ഥ നീങ്ങി ഇതേ ജീവൻ തന്നെ സ്വയം പൂർണ്ണനായി മാറും. തം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വം പ്രത്യൂഢ കർമ്മകലില പ്രകൃതിം പ്രപദ്യേ. നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വം, നിത്യമുക്തനും പരിശുദ്ധനും വിബുദ്ധനും പരമാർത്ഥ സ്വരൂപനും പ്രത്യൂഢ കർമ്മകലില പ്രകൃതിം, പ്രകൃതിയോടുകൂടിയവനുമായ പ്രകൃതി ആരാണ്? ബ്രഹ്മം തന്നെയാണ് പ്രകൃതി. ബ്രഹ്മത്തിന്റെ അനന്യശക്തി തന്നെയാണ് ഈ പ്രകൃതി. അങ്ങനെ പ്രകൃതിയോട് കൂടിയിട്ടിരിക്കുന്ന ആ പരമസ്വരൂപത്തെ ശരണം പ്രാപിക്കുന്നു. ആ സത്യത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സംസാരസാഗരത്തിന്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങും. യത്പാദ പങ്കജ പലാശ വിലാസ ഭക്തിയാ കർമാശയം ഗ്രഥിതമുൽഗ്രഥയന്തി സന്ത തദ്വന്നരിക്തമതയോ യതയോപി യുദ്ധസ്രോതോ ഗണാസ്തം അരണം ഭജ വാസുദേവം.
ഭജ വാസുദേവൻ, വാസുദേവനെ ഭജിക്കൂ എന്ന് പറയാൻ. യത്പാദ പങ്കജ പലാശ വിലാസ ഭക്തിയ, ഭഗവാന്റെ പാദപങ്കജങ്ങളിലുള്ള ആ പ്രേമം നിമിത്തം സജ്ജനങ്ങളുടെ എല്ലാ കർമ്മവും, ബന്ധിക്കപ്പെട്ട എല്ലാ കർമ്മവും, അന്ധക്കരണവും, കർമ്മം എന്ന് പറഞ്ഞാൽ കർമാശയം എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ധക്കരണത്തെയാണ് ഉദ്ദേശിച്ചത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതിനോടൊക്കെ കൂടി ചേർന്നിരിക്കുന്ന ജീവഭാവം, ഈ ജീവഭാവം നീങ്ങും. പരമപദത്തെ ആശ്രയിക്കുന്നതിലൂടെ ജീവഭാവം നീങ്ങി ശുദ്ധമാവും. അങ്ങനെ എല്ലാ പരിമിതികളും നീങ്ങി രുദ്ധസ്രോതോ ഗണാഹ, തടുക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോടുകൂടിയവരായിട്ട് ആ വാസുദേവനെ ശരണം പ്രാപിച്ചാലും എല്ലാ വാസനകളിൽ നിന്നും മോചിച്ച് ആ കർമ്മവാസനകളൊക്കെ നീങ്ങി കർമ്മത്തിനുപരിയായ ജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. എങ്ങനെയാ, ഇതിനെന്താ അവർ ചെയ്യുന്നത്? യതികൾ എന്താ ചെയ്യുന്നത്? ജ്ഞാനികൾ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് നിരോധിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അതത്ര എളുപ്പത്തിൽ സാധിക്കില്ല. അതിനേക്കാൾ എളുപ്പത്തിൽ ഭഗവത്പാദങ്ങളിൽ സ്നേഹം ഉണ്ടാവുമ്പോഴാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ബഹിർമുഖങ്ങളാണ്. അവരൊക്കെ അന്തർമുഖമാക്കാൻ എളുപ്പം സാധിക്കുക ഭക്തി കൊണ്ടാണ് എന്ന് പറയാൻ. കൃച്ഛ്രോ മഹാനിഹ ഭവർണവമപ്ലവേശാം ഷഡ്വർഗനക്രമസുഖേന തിതീരിഷന്തി തത്വമഹരേർ ഭഗവതോ ഭജനീയമഘ്രിം കൃത്വോടുപം വ്യസനമുത്തര ദുസ്തരാർണം. 6 നക്രങ്ങളുണ്ട്, 6 മുതലകളുണ്ട് എന്നാണ് ഈ സംസാരത്തിൽ. ഏതൊക്കെയാ 6 മുതലകൾ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഇതൊക്കെയാണ് 6 മുതലകൾ. ഈ 6 മുതലകളുടെ കടിയും കൊള്ളാതെ രക്ഷപ്പെടണം. അതിന് നല്ലൊരു കപ്പൽ വേണം. സമുദ്രം കടക്കണ എന്ത് വേണം? കപ്പൽ വേണം. എന്താ കപ്പല്? ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ് കപ്പല്. ആ കൃത്വോടുപം, ഉടുപം എന്ന് പറഞ്ഞ കപ്പല്, ആ കപ്പലിനെ സ്വീകരിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഭഗവത്പാദമാകുന്ന കപ്പലിനെ അവലംബിച്ച് കടക്കാൻ പ്രയാസമുള്ള, കുറേ കഷ്ടപ്പാടുകളുള്ള ആ സംസാര സാഗരത്തെ കടന്ന് നമുക്ക് പരമഗതിയിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും. ഇതിനെയാണ് നാരായണ ഗുരുസ്വാമികളും പറഞ്ഞത്. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻപദം. വലിയ ആവിക്കപ്പലാണ് ഭഗവാനെ അങ്ങയുടെ പാദം. എന്തിനുള്ള ആവിക്കപ്പല്? സംസാര സമുദ്രത്തെ കടക്കാനുള്ള വഴി. അതാണ് അങ്ങയുടെ പാദം എന്നാണ്. ഇങ്ങനെ കേമായിട്ട് ആ രാജാവിനായി തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ സനകാദികൾ അവിടെ നിന്ന് പോയി. പൃഥു മഹാരാജാവ് അതിനുശേഷം കുറെ കാലം രാജ്യം ഭരിച്ചു, സമാജത്തെ മുഴുവൻ ഉയർച്ചയിലേക്ക് എത്തിച്ചു. തൻ്റെ മകനായ വിജിതാശ്വന് അധികാരമൊക്കെ കൊടുത്തു. അതിനുശേഷം നേരെ കാട്ടിലേക്ക് അങ്ങോട്ട് പോയി. അർച്ചിസിനോടൊപ്പം ബാലപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭാര്യ അർച്ചിസ് കുളിക്കാനോ എന്തിനോ പോയതാണ്. ആ സമയത്ത് അദ്ദേഹം ധ്യാനനിഷ്ഠനായിട്ട് അങ്ങനെ ഇരുന്നു. തൻ്റെ ഉള്ളിലുള്ള ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തി മൂലാധാരം, സ്വാധിഷ്ഠാനം തുടങ്ങിയ ഓരോരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളൊക്കെ പിന്നിട്ട് മൂർധാവിലെ ബ്രഹ്മരന്ധ്രത്തെ ഭേദിപ്പിച്ച് തൻ്റെ ആ ചൈതന്യത്തെ പരമപദത്തിലേക്ക് ലയിപ്പിച്ചു എന്നാണ്. അർച്ചിസ് വന്നു നോക്കിയ സമയത്ത് ഭർത്താവിൻ്റെ ശരീരമൊക്കെ മരവിച്ചിട്ടുണ്ട്, തണുത്ത് മരവിച്ചിട്ടുണ്ട്. ആ ശരീരത്തെ ദഹിപ്പിച്ചു. ആ അഗ്നിയിലേക്ക്, ആ തീയിലേക്ക് തന്നെ അർച്ചിസും അങ്ങോട്ട് ചാടി. അർച്ചിസും എവിടേക്ക് എത്തി? മഹാലക്ഷ്മിയുടെ അവതാരമാണെന്നാണല്ലോ പറഞ്ഞത്. അവരും അതാ വൈകുണ്ഠത്തിലേക്ക് എത്തി. ഇങ്ങനെയാണ് അവസാനം പൃഥുവിൻ്റെ കഥ ഉണ്ടായത്. പൃഥുവിൻ്റെ കഥ ആരാണോ വായിക്കുന്നു, കേൾക്കുന്നു, അവർക്കൊക്കെ സകല ക്ഷേമങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിച്ചത്. അനുദിനമിതമാദരേണ ശൃണ്വൻ പൃഥുചരിതം പ്രഥയൻ വിമുക്ത സംഗ ഭഗവതി ഭവസിന്ധുപോതപാദേ തച നിപുണാം ലഭത്തെ രതിം മനുഷ്യ. അനുദിനം, നിരന്തരം ആരാണോ ഈ പൃഥുവിൻ്റെ കഥയെ സംഘങ്ങളൊന്നുമില്ലാതെ വിമുക്തനായിരുന്ന് ആദരത്തോടുകൂടി കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്, ആ മനുഷ്യന് സംസാര സമുദ്രമാകുന്ന ഈ കടക്കാൻ പ്രയാസമുള്ള ഈ സമുദ്രത്തെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ കഴിയുന്നു. ഭഗവാന്റെ കപ്പൽ, പാദങ്ങളാകുന്ന കപ്പൽ ഉപയോഗിച്ച് തരണം ചെയ്യാനായി സാധിക്കുന്നു.
എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രകരണം ഇവിടെ അവസാനിപ്പിച്ചത്. ഏതായാലും തിരുവേഗപ്പുറ സത്രത്തിൽ ഈ ഒരു ഭാഗം പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്ത് പോലും സത്രം ഉപേക്ഷിക്കാതെ അത് ഇന്നത്തെ സമ്പ്രദായത്തിനനുസരിച്ച് ഇന്നത്തെ വിവരസാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ഈ സത്രം നടത്താനായി ക്ലേശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് വളരെ സന്തോഷമുണ്ട്. അവരുടെയൊക്കെ കൃതജ്ഞത അറിയിച്ചും കൊണ്ട് എൻ്റെ ഈ ഒരു പ്രഭാഷണം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.